എല്ലാവരും അതിൻ്റെതായ ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ടും അതിൻ്റെതായ നീഡ് കാണിച്ചത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇത്രയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും പറ്റിയിട്ടുള്ളത്. സോ ഇന്നിപ്പം നമുക്ക് വന്നിട്ടുള്ള ഗസ്റ്റിനെ പറ്റി ഞാൻ പറയാം. നമുക്ക് ഇന്നിവിടെ വന്നിട്ടുള്ളത് ഷിബിലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗസ്റ്റ് ആണ്. സോ ആളെ പറ്റിയിട്ട് നമുക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇൻസ്റ്റഗ്രാമിലൊക്കെ വൺ ഓഫ് ദ ഗ്രേറ്റ് ആയിട്ട് ഒരു ഭയങ്കര വലിയൊരു ഇൻഫ്ലുവൻസർ ആണ് നമുക്കിന്ന് വന്നിട്ടുള്ളത്. ആള് ഒരുപാട് പേരുടെ ലൈഫിൽ എസ്പെഷ്യലി ഒരു പ്യുവർ കൗൺസിലർ ആണ്. അപ്പൊ പിയേഴ്സിന്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്തും അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ടാണെങ്കിലും അല്ലെങ്കിലും അവർക്ക് ഒരുപാട് പേരുടെ ലൈഫിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആള് വലിയ ഏജ് ഒന്നും ഇല്ലെങ്കിലും ഷീ ഈസ് ലൈക്ക് ഡൂയിങ് ഗ്രേറ്റ് തിങ്സ് ഇൻ ഹർ ഏജ് ഇറ്റ്സെൽഫ്. സോ നമുക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആണ്, നമുക്ക് വലിയൊരു മോട്ടിവേഷൻ ആണ് തീർച്ചയായിട്ടും നമ്മുടെ ഒരു പ്രസൻസ് എന്ന് പറഞ്ഞാല്. അപ്പൊ ഇന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇന്നത്തെ ടോപ്പിക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ മെന്റൽ ഹെൽത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടൈമിംഗ് ആണ്. പലരും ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് പലരും കൊടുത്തിട്ടില്ലെങ്കിലും നമുക്കിപ്പം ആക്ട്രസ് ഗൗതമി വന്നപ്പോഴും നമ്മൾ രമ്യ വന്ന സമയത്തും അവർ രണ്ടുപേരും വന്നപ്പം അവർ രണ്ടുപേരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്ത് ആരും ലൈക്ക് മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളത്. ബട്ട് അതിന്റെ ഇടയിൽ ഇന്നത്തെ ഈ ഇടയിലേക്ക് എത്തുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ഒരു ചെറിയ ടേണിംഗ് പോയിന്റിലൂടെ എല്ലാവരും ഇപ്പൊ മെന്റൽ ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടൈമാണ്. സോ ഇന്ന് ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിന് എല്ലാവരും നോക്കി കാണുന്നത് കൊണ്ട് തന്നെ നമുക്കും അതിന്റെ റെലവൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സോ ഇന്നത്തെ ടോപ്പിക്കും നമുക്ക് വന്നിട്ടുള്ള ഗസ്റ്റും എല്ലാം കൊണ്ടും വളരെ റെലവന്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. ആള് പിന്നെ നമ്മൾക്ക് MSc ചെയ്തുകൊണ്ട് നിൽക്കാണ്, ക്ലിനിക്കൽ സൈക്കോളജി പഠിച്ചുകൊണ്ട് നിൽക്കാണ്. സോ വിൽ ഇൻവൈറ്റ് ഹർ. നമുക്ക് ഓൾമോസ്റ്റ് ടൈം ആയിട്ടുണ്ട്. സോ എല്ലാവരും എന്ത് ചെയ്യും, എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ആ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് ഇരിക്കുക. ലെറ്റ്സ് ലേൺ മോർ, ലെറ്റ്സ് ഗെയിൻ മോർ. നമ്മൾ പഠിക്കുന്നതിലൂടെ, നമ്മൾ അല്ലെങ്കിൽ ചില ഫാക്ട് മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഒരുപാട് അപ്ഡേഷൻസ് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ഇന്നത്തെ ഒരു ഡേ എല്ലാവർക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഗെയിൻ ചെയ്തെടുക്കാൻ പറ്റട്ടെന്ന് ട്രൂലി എല്ലാവരും വിഷ് ചെയ്യുന്നു. And let me invite our guest Shibili to lead the session, and let I invite her. Ma'am. Hello. Good afternoon, everyone. Good afternoon. Good afternoon. Thank you so much for inviting me to the webinar. I'm very glad to be here. It's very nice to see, a lot of young students leading, talking about things, inspiring changes. It's really nice. So congrats to all of you first. Thank you so much. And thank you so much for such a beautiful introduction as well. Thank you so much. Thank you. ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഇൻഫ്ലുവൻസർ തന്നെ വിളിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ബിക്കോസ് ഞാൻ പ്രോഡക്ട്സ് ഒന്നും സെൽ ചെയ്യാറോ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാറോ ഇല്ല. ഐ എം ജസ്റ്റ് ഇൻസ്പയറിംഗ് ആൻഡ് ടേക്കിംഗ് പീപ്പിൾ ത്രൂ എ ഹീലിംഗ് ജേർണി. അപ്പോൾ എഡ്യൂക്കേഷണൽ ആണ് എൻ്റെ എൻറ്റയർ മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ എഡ്യൂക്കേഷണൽ ആവുമ്പം ഐ വുഡ് റാദർ ബി കോൾഡ് സംതിങ് ലൈക്ക് ദാറ്റ്. So thank you so much for inviting me here though. If everyone's ready, we can start. Yeah, we'll start. നമുക്ക് ഓൾമോസ്റ്റ് ടൈം ആയിട്ടുണ്ട്. 3 o'clock ഷാർപ്പിന് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ജനറലി ഇങ്ങനെ മൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 45 മിനിറ്റ്സ് സെഷൻ ആയിട്ട് ബാക്കി Q&A എന്നുള്ള മോഡിലാണ്. ഇനി മാമിന്റെ എങ്ങനെയാണോ കംഫർട്ട് എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വിൽ മൂവ് ഓൺ. ഓക്കെ. നമുക്ക് ഞാൻ PPT പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. So I'll be talking throughout the PPT. So hopefully we finish in 45 minutes if possible. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ഡ്രോപ്പ് ഇറ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. പിന്നെ ക്വസ്റ്റ്യൻ സെഷൻ വരുന്ന ടൈമിൽ വേണമെങ്കിൽ പീപ്പിൾ ക്യാൻ അൺമ്യൂട്ട് ആൻഡ് ആസ്ക്. അങ്ങനെയല്ലേ? നമ്മൾ അൺമ്യൂട്ട് ചെയ്യേണ്ട ആൾക്കാർക്ക് അൺമ്യൂട്ടിംഗ് ഓപ്ഷൻ കൊടുക്കും, അല്ലാത്തവരുടെ ചാറ്റിൽ തന്നെ ഞാൻ മാമിന് ക്വസ്റ്റ്യൻ ഫോർവേഡ് ചെയ്യും. All right. Thank you so much. Thank you. അപ്പോ റെഡി ആണോ? Can we start? Yeah, we'll start. Okay. So my topic today, what I came to talk to you guys about is English. ആർക്കും കുഴപ്പമില്ലല്ലോ? മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നതിന് പ്രശ്നമില്ലല്ലോ? അല്ല, കുഴപ്പം. നമുക്കിവിടെ ഒരുപാട് മെജോറിറ്റി യങ്സ്റ്റേഴ്സ് ആണ്, പ്രൊഫഷണൽസ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, അങ്ങനെ പല ഏജിലുള്ള ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. അപ്പോ ഞാൻ സംസാരിക്കാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളോട് ഡിപ്രഷൻ എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഡിപ്രഷൻ എന്ന് പറയുന്ന സംഭവം കേട്ട് മടുത്തവരുണ്ടാവാം ചിലപ്പോ. ഇവിടെ എല്ലായിടത്തും ഇത് തന്നെയാണ് എഴുതി കാണുന്നത്, എല്ലാവരും ഇതിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്, എല്ലാവരും പറയുന്നത് ഇതാണ്, ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണ്, ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് വീട്ടിൽ ഇങ്ങനെ തന്നെയാണ്, ഫുൾ ഡിപ്രഷൻ ആണ്, ഫുൾ ഡിപ്രസ്ഡ് ആണ്. ഡെയിലി നമ്മുടെ എന്താ പറയണ്ട, നമ്മുടെ ഡെയിലി ഉള്ള കോൺവെർസേഷൻസിൽ, നമ്മളെ ടോക്സിൽ നമ്മളൊരു സാധാരണ വാക്കായിട്ട് ഡിപ്രഷൻ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ യെസ് എന്ന് അടിക്കുക, ഇല്ലാന്നെങ്കിൽ നോ എന്ന് അടിക്കുക. യൂസ് ചെയ്യേണ്ട സമയത്തല്ല ചിലപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ വളരെയധികം കോമൺ ആയിട്ട് ആൾക്കാർ അത് യൂസ് ചെയ്യുന്ന പോലെ. ഓക്കെ, യെസ്.
എല്ലാവരും യെസ് എന്ന് പറയുന്നുണ്ട്. യെസ് എന്ന് എനിക്കും കൂടെ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഐ എം ജസ്റ്റ് ഗോണ ഷെയർ മൈ PPT വിത്ത് യു. കാണുന്നുണ്ടോ? എല്ലാവർക്കും കാണാമെങ്കിൽ ഒന്നൊരു തംസ് അപ്പ് തരുമോ? ഓക്കെ. ഷിറിൻ കാണുന്നുണ്ടോ? Can you set? Okay ആണോ? Just show me a thumbs up if you can see. Okay, all right, cool. Appo I wanted to talk to you guys about how depression is not a feeling. Depression എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ ഡെയിലി ഞാൻ ഡിപ്രസ്ഡ് ആണ്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഡിപ്രസ്ഡ് ഫീൽ ആവുന്നു, എനിക്കിപ്പോൾ ഡിപ്രഷൻ ആണ്, ഞാൻ 2 ദിവസമായിട്ട് ഡിപ്രഷനിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഒരു സാധാരണ ഒരു സംഭവമായി സംസാരിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നത് കാണപ്പെടുന്നുണ്ട്. However, ഡിപ്രഷൻ ഓർ ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു സംഭവം ക്ലിനിക്കൽ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ്. ഇറ്റ്സ് എ മെന്റൽ ഡിസോർഡർ. കുറെ തരത്തിലുള്ള മെന്റൽ ഡിസോർഡേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ മെന്റൽ ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻസും ഉണ്ട്. ഇതാണ് ഈ സൈക്കോളജിസ്റ്റും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും ഇത്രയും വർഷങ്ങൾ പഠിക്കുന്നതും ആൾക്കാരെ ഡയഗ്നോസ് ചെയ്യുന്നതും അവർക്ക് ട്രീറ്റ്മെന്റും കൊടുക്കുന്നതും. അതിലൊന്നാണ് ഡിപ്രഷൻ. ഹൗഎവർ, ഡിപ്രഷൻ വളരെ കോമൺ ആയത് കാരണം, ഒരു കോമൺ മെന്റൽ ഡിസോർഡർ ആയത് കാരണവും എല്ലാവർക്കും വിഷമം ഫീൽ ആവുന്നതും കാരണവും കൊണ്ടാണ് ആ വേർഡിനെ അത്രയ്ക്കും നമ്മൾ യൂസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. മാത്രമല്ല, ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ആ വാക്ക് ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. അതിനോട് യോജിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും ഒന്ന് യെസ് പറയാ ഗ്രൂപ്പ് ചാറ്റിൽ. ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ടൈപ്പ് ഇൻ എ യെസ് ഇഫ് യു ബിലീവ് ദാറ്റ് പീപ്പിൾ ആർ ടേണിംഗ് ഡിപ്രഷൻ ഇൻ ടു എ ട്രെൻഡ്. മെന്റൽ ഡിസോർഡർ അല്ലെങ്കിൽ മെന്റൽ കണ്ടീഷൻ, മെന്റൽ ഇൽനെസ് എന്ന് പറയുന്നത് നമ്മൾ ട്രെൻഡിങ് ആക്കേണ്ട ഒരു സംഭവമല്ല. ഇറ്റ്സ് നോട്ട് എ ട്രെൻഡ്. ഒരു ഫാഷൻ ഐറ്റമോ ഒരു ഡ്രസ്സോ പോലെയുള്ള ഒരു എന്താ പറയണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതല്ല മെന്റൽ ഡിസോർഡറോട് കൂടെ നമുക്ക് ചെയ്യേണ്ടിയുള്ളത്. ഒരു മെന്റൽ ഡിസോർഡർ ഒരാൾക്ക് വരികയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫാണ് അവിടെ ഇമ്പയർ ആവുന്നത്. their entire life gets impaired. They can't do daily activities. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ നമ്മൾ സിനിമയിലൊക്കെ മെന്റൽ ഡിസോർഡേഴ്സ് വളരെ ഡിഫറെന്റ് ആയിട്ടാണ് കാണിക്കുക. ഇപ്പൊ നമ്മള് യൂഷ്വലി മൂവീസിൽ അധികം അവർ കാണിക്കാറുള്ളത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമാണ്. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഈസ് നോട്ട് എ റിയൽ തിങ്. ഇറ്റ്സ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്നല്ല അതിനിപ്പോ വിളിക്കുക. സൈക്കോളജിയിൽ നമ്മൾ അതിനെ വിളിക്കുക DID എന്നാണ്. ഓക്കെ, ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ ആണ്. പണ്ടത്തെ പേരായിരുന്നു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. അപ്പൊ ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ ഒക്കെ ഉള്ള ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആസ് ഇൻ ഇതില് മൂവീസിൽ കണ്ടിട്ടുണ്ടാവും. അവരുടെയൊക്കെ ലൈഫ് എന്ന് പറയുന്നത് അവർക്ക് നോർമൽ ആയിട്ട് ലിവ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ പോലെ നോർമൽ ആയിട്ട് ജീവിക്കാൻ അവർക്ക് പറ്റില്ല. അവരുടെ തോട്ട്സ് അത്രയും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാവുക. ആൻഡ് ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ദിയർ ന്യൂറോളജിക്കൽ ഇംബാലൻസസ് ആൻഡ് physiological imbalances inside of their bodies. So it's a clinical condition which clearly requires treatment from professional help. അപ്പൊ നമ്മൾ ഇതിനെ ഇങ്ങനെ ഒരു ട്രെൻഡ് ആക്കി മാറ്റുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ നോർമലൈസ് ആവപ്പെടുകയാണ്. നോർമലൈസ് ആവേണ്ടത് എന്താണ്? പക്ഷെ നോർമലൈസ് ആവേണ്ടത് സീക്കിംഗ് അല്ലെങ്കിൽ സീക്കിംഗ് ട്രീറ്റ്മെന്റ് എന്ന ആ ഭാഗമാണ്. പക്ഷെ ആ ഭാഗം അല്ല നോർമലൈസ് ആവപ്പെടുന്നുള്ളത്. അതാണ് നമുക്ക് ശരിക്കും എന്താ പറയണ്ടേ, വി ഹാവ് ടു പുട്ട് ദാറ്റ് ഫോർവേഡ്. അല്ലാതെ മെന്റൽ ഇൽനെസ് എന്ന് പറയുന്ന ഒരു സംഭവം കൺസിഡർ ചെയ്യാതെ അങ്ങനെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ വീട്ടിലുള്ള ആർക്കാണെങ്കിലും ഫ്രണ്ട്സിനാണെങ്കിലും ഉണ്ട് എന്ന് തോന്നുമ്പോൾ അവരെ അപ്പൊ തന്നെ ഒരു പ്രൊഫഷണലിന്റെ അടുത്തേക്ക് കൊണ്ടുപോവാ. പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുന്ന ഒരു പ്രശ്നമുള്ള ഒരു കാര്യമല്ല. നമുക്ക് തലവേദന വരുമ്പോഴോ ഛർദി വരുമ്പോഴോ ബോഡിയിൽ എവിടെയെങ്കിലും പെയിന് വരുമ്പോഴോ നമ്മൾ ഡോക്ടറിന്റെ അടുത്തേക്ക് പോകുന്ന പോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ മെന്റലി ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ അടുത്തേക്ക് പോകേണ്ടത്. Multiple personality is not like psychic vibrations. No, it's totally different. Multiple personality disorder ne kurichittana njan samsarikkunnathu, which is an old term. It's dissociative identity disorder now. Njan explain cheytharam. Okay, people use WhatsApp status to share their depression too, madam. അത് നമ്മൾ ശരിക്കും അതിന് എഗൻസ്റ്റ് ഒന്നും അങ്ങനെ പറയേണ്ട ഒരു കാര്യമല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്യപ്പെട്ട ഒരാളാണ് അല്ലെങ്കിൽ സൂയിസൈഡൽ ടെൻഡൻസി ഉള്ള ഒരാളാണ് എങ്കിൽ there are chances that they could have attention seeking behavior as well. There are chances that they may not have as well. അങ്ങനെ എന്തെങ്കിലും ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഔട്ട്ലെറ്റിൽ കൂടി ആയിരിക്കാം ചിലപ്പോൾ അവർ വാട്സാപ്പ് സ്റ്റേറ്റസോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇടുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റേറ്റസോ ഒക്കെ ഫേസ്ബുക്ക് സ്റ്റേറ്റസോ ഒക്കെ ഇടുന്നത്. അപ്പം വാട്ട് ദേ ആർ സീക്കിംഗ് ഫോർ ഇസ് കൈൻഡ് ഓഫ് വാലിഡേഷൻ. What they're seeking for is something
from the audience, something from the people that they have. Can you please not write or draw on the PPT? I can see people are അറിയാണ്ടായി പോവാന്നായിരിക്കും, പക്ഷെ please don't. Yeah. So what you need to do is reach out to those people. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ don't shame them, reach out to them. Maybe all they need is somebody to talk to. All right? Okay, so let's get into it. Screen on the clear ചെയ്യാൻ പറ്റുമോ ഷിറിൻ? Somebody has drawn. അപ്പോൾ ഹോസ്റ്റിന് ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ it will be good. There's a lot of lines drawn. ഞാൻ ഒന്നും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. Thank you. Okay, so today we'll be talking about 4 things in general. Introduction ആണ്, എന്തിനു, why is the reason why we're talking about this today, how mental illness is diagnosed, and what are mode affective disorders and its treatment, and the conclusion. Okay, so ഇന്ന് നമ്മള് പ്യൂർലി സയന്റിഫിക് ആയിട്ട് എന്താണ് നമ്മൾ ഒരു എന്താ പറയണ്ട ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ എങ്ങനെയാണ് ഒരു മെന്റൽ ഇൽനെസ്സിനെ കാണുന്നത്, എന്തുകൊണ്ടാണ് ദിസ് ഇസ് നോട്ട് എ സിമ്പിൾ തിങ്, ദിസ് ഇസ് നോട്ട് എ ജോക്ക്, ഇറ്റ്സ് എ വെരി വെരി സീരിയസ് മാറ്റർ ആൻഡ് ഹൗ ഇറ്റ് ഷുഡ് ബി സീൻ, അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനും കാണാനും പോകുന്നത്. അല്ലാതെ ഹൗ ടു ലിവ് വിത്ത് ഡിപ്രഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ ഉള്ള ഒരാളെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. I'm going to talk to you guys about how it's a clinical disorder, it is a mental disorder, and why it's very very important to understand the seriousness of it. അതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. Does people with relationship problems tend to have a mental disorder? People with mental disorders can have relationship problems. Okay, people with relationship problems tend to have mental disorders എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. It is multifactorial. ഒരു mental disorder ഒരാൾക്ക് ആവണമെങ്കിൽ there are multiple factors that can lead to that. For example, it can be genetic, it can be familial, generational കൂടെ വന്നതാവാം, physiological ആവാം, ബ്രെയിനിൽ ചേഞ്ചസ് ഉള്ളത് കൊണ്ടാവാം, ന്യൂറോളജിക്കൽ ആവാം. So it can be anything. Okay, there are chances that loneliness could lead to depression. It could be one of the factors. So yeah, why is it important to talk about this? Depression ആരെ വേണമെങ്കിലും affect ചെയ്യാം. Okay, no matter what your background is, no matter how much money you have, no matter what your age is, no matter which position you are in, no matter how much success you have in your life, depression can affect you because it's a mental disorder that can affect anybody at any point of time in their life. ഒരു പ്രാവശ്യം ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരിക്കലും ഡിപ്രഷൻ വരാത്ത ആൾക്ക് 80-ആം വയസ്സിൽ 80 years oldന് ഡിപ്രഷൻ നമുക്ക് പറയാൻ പറ്റില്ല. One more thing is depression is also comorbid. Comorbid, ഞാൻ കുറച്ച് ടെക്നിക്കൽ ടേംസ് യൂസ് ചെയ്യുന്നതായിരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു കെൻ പുട്ട് ഇൻ ദി ചാറ്റ് ബോക്സ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. കോമോർബിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ COMORBID. കോമോർബിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ ഇൽനെസ് ഉള്ള ഒരാൾക്ക് ഡിപ്രഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഒന്നിന്റെ കൂടെ ഒന്ന് വരുന്നതിനെയാണ് കോമോർബിഡ് എന്ന് പറയുക. അപ്പം ഡിപ്രഷൻ ഉള്ള ഒരാൾക്ക് ആങ്സൈറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, നിർബന്ധമല്ല, ചാൻസ് ഉണ്ട്. അതേപോലെ തൈറോയിഡിന് അസുഖമുള്ള ആൾക്കാർക്ക്, ക്യാൻസർ ഉള്ള ആൾക്കാർക്ക്, ഇങ്ങനെയുള്ള ആൾക്കാർക്കും ഫിസിക്കൽ ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഡിസീസസ് ഉള്ള ആൾക്കാർക്കും ഡിപ്രഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, വിച്ച് ഇസ് കോൾഡ് കോമോർബിഡിറ്റി. ഇതിനുള്ള പല റീസൺസും ഉണ്ട്. Let's not get into the causes and the reasons why it happens, but the importance of why we are talking about these things today. Mental health, National Mental Health Survey 2015 വന്ന ഒരു റിസൾട്ട് ആണ് 1 in 20 Indians suffer from depression. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ആൾക്കാർക്ക് ഇത് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഞാൻ ഇന്നിപ്പോ ഐ എം സോറി, എനിക്ക് മലയാളം മാത്രം യൂസ് ചെയ്ത് സംസാരിക്കാൻ അറിയില്ല. ഞാൻ മിക്സ് ചെയ്തിട്ടാണ് സംസാരിക്കുക. ഐ ഹോപ്പ് other people are comfortable with it. Okay, so ഞാൻ ഇന്നലെ മിഞ്ഞാന്ന് വായിച്ച ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൽ കണ്ട റിപ്പോർട്ട് ആയിരുന്നു 371 people suicide every single day and almost 15 people per hour. അത്രയും suicidal rates ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. റീസെന്റ് ലോക്ക്ഡൌൺ തുടങ്ങിയതിനു ശേഷം ഇറ്റ് ഹാസ് ഇൻക്രീസ്ഡ് ലൈക്ക് എനിത്തിങ്. നല്ല റാപ്പിഡ് ഇൻക്രീസ് ഉണ്ട്. ബിക്കോസ് പീപ്പിൾ ആർ ഒരു ഇതിനകത്തേക്ക് ഇട്ട പോലത്തെ ഒരു ഫീലിംഗും കൂടെ വന്നു കഴിയുമ്പോൾ അവരുടെ മൈൻഡ് കംപ്ലീറ്റ്ലി ഡിസ്റ്റർബ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ബിക്കംസ് പുഷി ഫോർ ദം. ഓക്കെ, സോ 36% of Indians are likely to suffer from depression at some or the other point in their lives. അത് WHO statistics ആണ്, അതായത് World Health Organization statistics ആണ്. This is way more important. Nearly half the people with severe mental illnesses are not treated. 50% of the ആൾക്കാർ
മെന്റൽ ഇൽനെസ് ഉള്ള 50% people are not treated, do not seek treatment, do not go to mental health professionals. എന്തുകൊണ്ടായിരിക്കാം? What is the reason why it happens? What is the reason why they do not seek help or get treated? The reason is because of taboo. നമ്മൾ എല്ലാവരും ഭ്രാന്ത് എന്നുള്ള ഒരു സംഭവത്തിനെ എങ്ങനെയാണ് കാണുന്നത്? That is the biggest problem. Stigma, right Ashwin? You're very right. Stigma is the biggest problem. Because log kya kahenge? Yes, exactly. So 78% of the population suffer from depression or anxiety or anxiety due to the lockdown. Lockdown in the samayathu, it is very, very high. നമ്മളിപ്പോ പണ്ടത്തെ സ്പാനിഷ് ഫ്ലൂവിന്റെ സമയത്തും അങ്ങനെയുള്ള ലോക്ക്ഡൌൺസ് ഇതിന് മുമ്പ് വേൾഡ് ഫേസ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ആ സംഭവം നടന്നതിന് തൊട്ട് ശേഷം മെന്റൽ ഇൽനെസ് ഇൻക്രീസ് ആവുകയാണ് ചെയ്തത്. ഓക്കെ, ഇൻക്രീസ് ആവുകയാണ് ചെയ്തത്. ഇന്നത്തെ സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലോക്ക്ഡൌൺ ഒന്ന് എൻഡ് ചെയ്യുമ്പോഴത്തേക്കും there is a very, very, very high chances that the number of mental illnesses and mental disorders among people can highly increase. നല്ല ഒരു റോക്കറ്റ് സ്കൈ ഇൻക്രീസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, depression has been predicted to be the leading cause of disease burden in 2030 by the World Health Organization. അപ്പൊ അങ്ങനത്തെ ഒക്കെ സ്റ്റാറ്റിസ്റ്റിക്സും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് how important it is to talk about this and raise awareness to understand it. Now I'm going to tell you how mental illnesses are diagnosed. You cannot ever ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഒരു പ്രൊഫഷണൽ നമ്മളോട് പറയാതെ that I have depression. Please keep this very, very, very clear inside your mind. You cannot say that you have depression until and unless a mental health professional, that is a psychologist, a clinical psychologist, or a psychiatrist diagnoses you, because it's not up for self-diagnosis. Anxiety മാത്രമാണ് നമുക്ക് സെൽഫ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത്. ഡിപ്രഷനോ ബൈപോളാർ ഡിസോർഡറോ ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറോ ഇതൊന്നും തന്നെ നമുക്ക് സെൽഫ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം അല്ല. ഈ ഡയഗ്നോസിസിന് വേണ്ടി സൈക്യാട്രിസ്റ്റും മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസും യൂസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ICD and DSM. ഓക്കെ, ICD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്, DSM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാനുവൽ. ഓക്കെ, ഇതിന്റെ കുറെ ഡിഫറെന്റ് വേർഷൻസ് ചില ഇയേഴ്സിലായിട്ട് ഇങ്ങനെ ഇവർ ഇറക്കിക്കൊണ്ടിരിക്കും. ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ICD ഇറക്കിയത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. DSM is produced by American Psychological Association. It's a group of US psychiatrists who releases DSM. ഓക്കെ, അപ്പൊ ICD ഇവർ ഇറക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, WHO ഇറക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ they want to freely help all the countries and reduce the burden of mental disorders in all the countries. However, DSM കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൈക്യാട്രിസ്റ്റ് മാത്രമുള്ള അസോസിയേഷൻ അവർ ഇറക്കുന്നത് വെരി, വെരി സ്പെസിഫിക് ആയിട്ട് ഓരോരോ ഡിസോർഡേഴ്സിനെയും കുറിച്ച് സംസാരിച്ചിട്ട്. ഓക്കെ, these are the two things that are used. ഇതിൽ രണ്ടിലുമാണ് ഓരോ മെന്റൽ ഡിസോർഡേഴ്സിനും ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ എന്നുള്ള കാര്യങ്ങളും എന്ത് വന്നാൽ ഏത് സിംറ്റംസ് എങ്ങനെയുള്ള കാര്യങ്ങൾ ക്രൈറ്റീരിയാസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഈ കാര്യങ്ങളിലാണ്. ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ നിങ്ങൾക്ക് ഒരു മെന്റൽ ഇൽനെസ് ഉണ്ടോ ഇല്ലയോ തീരുമാനിക്കുന്നത് ഈ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയാസ് വെച്ചുകൊണ്ടും അതിനുശേഷം ടെസ്റ്റ് നടത്തിക്കൊണ്ടുമാണ്. പല തരത്തിലുള്ള ടെസ്റ്റുകളും നടത്താറുണ്ട്. റിട്ടൺ ടെസ്റ്റ്സ്, പ്രൊജക്റ്റീവ് ടെസ്റ്റ്സ്, സെൽഫ് അനാലിസിസ് ടെസ്റ്റ്സ്, അങ്ങനെയുള്ള ലിക്കേർഡ് സ്കെയിൽ വെച്ചിട്ടുള്ള കുറെ തരത്തിലുള്ള ടെസ്റ്റ്സ് നടത്താറുണ്ട്. ഓൺലൈൻ ടെസ്റ്റിന് ഒന്നും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എനിക്ക് ഡിപ്രഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ഡിപ്രഷൻ ടെസ്റ്റ് ഓൺലൈൻ അടിച്ചിട്ട് ഓൺലൈനിലുള്ള ഒരു ടെസ്റ്റിൽ ഞാൻ കുറെ കാര്യങ്ങൾ ടിക്കിട്ട് പോയി അതിൽ നിന്ന് അവർ എനിക്ക് ഒരു അനാലിസിസ് തരികയാണെങ്കിൽ യെസ് യു ആർ ഡിപ്രസ്ഡ്, യു ആർ മൈൽഡ്ലി ഡിപ്രസ്ഡ് ഓർ യു ഹാവ് സിവിയർ ഡിപ്രഷൻ എന്നോട് ഇന്റർനെറ്റ് പറയുകയാണെങ്കിൽ അതെനിക്ക് വിശ്വസിക്കാൻ പാടില്ല. ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. ഐ കൻ നോട്ട്, ദേ ഡോണ്ട് നോ മീ കംപ്ലീറ്റ്ലി, ദേ ഹാവ് നോട്ട് ആസ്ക്ഡ് മീ ഇനഫ് ക്വസ്റ്റ്യൻസ്, സോ ദേ കൻ നോട്ട് ഡയഗ്നോസ് മീ. ഇപ്പൊ എന്തൊരു കാര്യമാണെങ്കിലും നമ്മൾ പെട്ടെന്ന് ഇപ്പൊ എനിക്കൊരു റാഷ് വന്നു, ഈ റാഷ് എന്താണ് ഞാൻ ഫോട്ടോ എടുത്ത് ഗൂഗിൾ ലെൻസിലോ മറ്റോ വെച്ച് ചെക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കുന്ന സമയത്ത് അതിൽ ചിലപ്പോൾ വരും ക്യാൻസറിന്റെ ചാൻസസ് ഉണ്ട്. അതിന്റെ അർത്ഥം എനിക്ക് ക്യാൻസറിന്റെ ചാൻസസ് ഉണ്ട് എന്നല്ലല്ലോ. യു കാൺട്ട് ബി വെരി ഷുവർ അബൌട്ട് ഇറ്റ്. അതേപോലെ തന്നെയാണ് മെന്റൽ ഇൽനെസിന്റെ കാര്യം വരുമ്പോഴും യു ഹാവ് ടു കൺസൾട്ട് എ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ. അപ്പൊ അങ്ങനെയാണ് മെന്റൽ ഇൽനെസ് ഡയഗ്നോസ് ചെയ്യുന്നത്, ICD അല്ലെങ്കിൽ DSM വെച്ചിട്ട്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ICDയിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ICDയിൽ പല തരത്തിലുള്ള ഡിസോർഡേഴ്സും ആണ്. ഓക്കെ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഡിപ്രഷനെ
എഫക്റ്റ് ആയതുകൊണ്ട് ഡിപ്രഷൻ വരുന്നത് മൂഡ് ഡിസോർഡറിന്റെ അടിയിലാണ്. ഓക്കെ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, പിന്നെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇതൊക്കെ വരുന്നത് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന്റെ അടിയിലാണ്. പിന്നെ വരുന്നത് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ആണ്. ഇങ്ങനെ പലതരത്തിലുള്ള ഡിസോർഡേഴ്സും ക്ലാസിഫൈഡ് ആയിട്ട് ഈ സ്റ്റാറ്റിസ്റ്റിക് മാനുവൽസിൽ ഉണ്ട്. ഓക്കെ, അപ്പൊ അതിൽ ഒരു ഭാഗം മാത്രമാണ് മൂഡ് എഫക്റ്റീവ് ഡിസോർഡർ. മൂഡിന്റെയും എഫക്റ്റിന്റെയും ഡിഫറൻസ് ആർക്കെങ്കിലും അറിയോ? മൂഡ് എന്ന വാക്കും എഫക്റ്റ് എന്ന വാക്കിന്റെയും തമ്മിലുള്ള ഡിഫറൻസ് ആർക്കെങ്കിലും അറിയോ? ഞാൻ പറഞ്ഞുതരാം. മൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും ചാറ്റ് ബോക്സിൽ ഇടാൻ പറ്റുമോ അറിയെങ്കിൽ? പറ്റോ? ഞാൻ തന്നെ പറയാം. മൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സസ്റ്റെയിൻഡ് ഇമോഷൻ, ഒരു ഇമോഷൻ കുറെ പ്രൊലോങ്ഡ് ടൈമിലേക്ക്, കുറെ സമയത്തിലേക്ക് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇമോഷൻ. മൂഡ് ഇസ് എ സ്റ്റേറ്റ് ഓഫ് ഇമോഷൻ. അപ്പോ ദാറ്റ് ഇസ് പ്രൊലോങ്ഡ്, കുറെ സമയത്തേക്ക് ഉണ്ടാവുന്ന നമുക്കൊരു പെർട്ടിക്കുലർ ഇമോഷനെയാണ് മൂഡ് എന്ന് പറയുക. അല്ലാതെ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു കാര്യം ചോദിച്ചു കഴിയുമ്പോൾ എന്റെ മുഖം ഒന്ന് പെട്ടെന്ന് മാറിയാൽ, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഒരു എക്സ്പ്രഷൻ ഡിഫറൻസ് ഉണ്ടായാൽ പെട്ടെന്ന് ഞാൻ റിയാക്ട് ചെയ്യുന്ന രീതി, ആ ഒരു പെട്ടെന്ന് വരുന്ന മാറ്റത്തിനെയാണ് എഫക്റ്റ്. എഫക്റ്റ് അല്ല, എഫക്റ്റ് ആണ്. EFF-ECT തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. AFF-ECTയും നോർമൽ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഡിഫറൻറ്റ് ആണ്. സൈക്കോളജിക്കൽ ടേംസിൽ ഇറ്റ്സ് എ വെരി ഡിഫറെന്റ് വേർഡ്. ഓക്കെ, അതാണ് ഞാനിപ്പോൾ ഡിഫറൻസ് പറഞ്ഞു തരാനുള്ള റീസൺ. അപ്പൊ മൂഡ് എഫക്റ്റീവ് ഡിസോർഡേഴ്സിന്റെ അടിയിൽ വരുന്ന കാര്യങ്ങളാണ് മാനിക് എപ്പിസോഡ്, polar affective disorder, depressive episode, recurrent depressive disorder, persistent mood disorders. ഇത്രയും വേർഡ്സ് കാണുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ആവുമായിരിക്കും, ടെക്നിക്കൽ ടേംസ് ആയതുകൊണ്ട്. ഹൗവർ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. മാനിക് എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർക്കെങ്കിലും മാനിയ എന്താണെന്ന് അറിയോ? മാനിയ എന്നുള്ള വേർഡിന്റെ അർത്ഥം ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാൻ പറ്റുമോ? ഇഫ് എനിബഡി നോസ്. എലേറ്റഡ് സ്റ്റേറ്റ്, എക്സാക്ട്ലി. മാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഒരാൾക്ക് ഉണ്ടാവുന്ന എക്സ്ട്രീം എക്സൈറ്റ്മെന്റ്. കറക്റ്റ്. അപ്പം എലേറ്റഡ് ആയിട്ട് യൂഫോറിക് ആയിട്ട് ഫീൽ ചെയ്യുന്നതിനാണ്. അപ്പൊ അത് ഒരു പരിധി വിട്ടിട്ട് നമുക്ക് യൂഷ്വലി ഫീൽ ചെയ്യുന്ന ഹാപ്പിനെസിനെക്കാളും ഒരു പരിധി വിട്ടിട്ടുള്ള ഒരു എലേഷൻ ആവുമ്പോൾ അതൊരു മാനിക് എപ്പിസോഡായി മാറുകയാണ്. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു രീതിയിലല്ല ഒരാൾക്ക് എലേഷൻ ഫീൽ ആവുന്നത് അല്ലെങ്കിൽ ഹാപ്പിനെസ് ഫീൽ ആവുന്നത്. പക്ഷെ ഒരു പരിധി വിട്ടിട്ടുള്ള ഒരു രീതിയിലാണ്. അവർ ആകെ കൂടി ഇങ്ങനെ വിറക്കാനും എന്തൊക്കെയോ ഇതാക്കാൻ തുടങ്ങും. അവർ പറയുന്ന അവരുടെ കാര്യങ്ങൾ അവർക്ക് എന്താ പറയണ്ട, സോഷ്യൽ ജഡ്ജ്മെന്റ് അവർക്ക് പ്രോപ്പർ ആയിട്ട് ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒക്കെ സമയം വരുമ്പോൾ അതിനെ മാനിക് എപ്പിസോഡ് എന്ന് പറയും. ബൈപോളർ എഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ ദാറ്റ് ഹാസ് ഹാഡ് ബോത്ത് ദ സൈഡ്സ് ഓഫ് ഇറ്റ്. അതായത് ഒരു മാനിക് എപ്പിസോഡും ഒരു ഡിപ്രസീവ് എപ്പിസോഡും രണ്ടും ഉണ്ടായിട്ടുള്ള ഒരാളെയാണ് ബൈപോളർ എഫക്റ്റീവ് ഡിസോർഡർ ഉള്ള ഒരാൾ എന്ന് പറയുക. ഓക്കെ, ഒരു മാനിക് എപ്പിസോഡും ഒരു ഡിപ്രസീവ് എപ്പിസോഡും ഉണ്ടായിട്ടുള്ള ആള്. ഇപ്പൊ മാനിക് എപ്പിസോഡ് മാത്രം ഉള്ളതായിട്ടുള്ള ഒരാളാണെങ്കിൽ മാനിക് എപ്പിസോഡ് ഉള്ള ആളാണ്, ഹൈപ്പോമാനി അല്ലെങ്കിൽ മാനിക് എപ്പിസോഡ് ഉള്ള ഒരാളാണ്. അത് അല്ലാതെ മാനിക് എപ്പിസോഡ് ഉണ്ടാവുന്ന ഒരാൾക്ക് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഡിപ്രസീവ് എപ്പിസോഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദേ ബിക്കം ബൈപോളർ എഫക്റ്റീവ് ഡിസോർഡർ. എപ്പോഴും ഡിപ്രസീവ് എപ്പിസോഡ് ഉണ്ടായിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു പ്രാവശ്യം മാനിക് എപ്പിസോഡ് വരുന്നുണ്ടെങ്കിലും അവരുടെ ഡയഗ്നോസിസ് അപ്പൊ തന്നെ മാറ്റി ഡോക്ടർ ബൈപോളർ എഫക്റ്റീവ് ഡിസോർഡർ എന്നാക്കും. These are the differences. Okay, പിന്നെ ഡിപ്രസീവ് എപ്പിസോഡ്, റിക്കറന്റ് ഡിപ്രസീവ് എപ്പിസോഡ്, പെർസിസ്റ്റന്റ്. ഇതിന്റെയൊക്കെ അടിയിൽ വരുന്ന സംഭവങ്ങളാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, സൈക്ലോതൈമിയ, പോസ്റ്റ് നേറ്റൽ ഡിപ്രഷൻ, PMDD അതായത് പ്രീമെൻസ്ട്രുവൽ ഡിസ്ഫോറിക് ഡിസോർഡർ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിന്റെയൊക്കെ അടിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ ചിലപ്പോൾ പറഞ്ഞു തരുമ്പോൾ പല വാക്കുകളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല. പക്ഷെ ഇത് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും എഴുതി കാണുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിച്ച് കാണുമ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനോ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാനോ പറ്റും. ദാറ്റ് വിൽ ഹെൽപ്പ് യു ആസ് വെൽ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവെ ആരും സംസാരിക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കണം എന്ന് വിചാരിച്ചത്. അത്രയും സയന്റിഫിക് ആയിട്ട് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഡോക്ടേഴ്സ് ഇത്രയും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്ന ചില ഫീൽഡാണ് ഇതൊക്കെ. അപ്പോൾ ഡിപ്രസീവ് എപ്പിസോഡ്, റിക്കറന്റ് ഡിപ്രസീവ് എപ്പിസോഡ്, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യമാണ് ഡിപ്രസീവ് എപ്പിസോഡ് വന്നിട്ടുള്ളത് എങ്കിൽ ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് എ ഡിപ്രസീവ് എപ്പിസോഡ്. അതിന്റെ അടിയിൽ വരുന്ന കാര്യങ്ങളാണ് മൈൽഡ് ഡിപ്രസീവ് എപ്പിസോഡ്, മോഡറേറ്റ് ആൻഡ് സിവിയർ. അത് 3 തരത്തിൽ ഉണ്ടാവാം. പക്ഷെ ഒരു പ്രാവശ്യം വന്നു പോയി, യു ഗോട്ട് ബെറ്റർ ആൻഡ് യു ഗെറ്റ് എ ഡിപ്രസീവ് എപ്പിസോഡ് അഗൈൻ. ഓക്കെ, when you get it more than once, when you've got a depressive episode more than once, it becomes recurrent depressive disorder.
ഓക്കെ, ക്ലിയർ ആയി എന്ന് കരുതുന്നു. പെർസിസ്റ്റന്റ് മൂഡ് ഡിസോർഡേഴ്സും അതേപോലെ തന്നെയാണ്, ഡിഫറെന്റ് ആയിട്ട് പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നതിനെയാണ് പെർസിസ്റ്റന്റ് മൂഡ് ഡിസോർഡേഴ്സ് എന്ന് പറയാം. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഡിപ്രസീവ് എപ്പിസോഡ്സ് നൗ. ഓക്കെ, ബിക്കോസ് നമ്മുടെ ടോപ്പിക് ഡിപ്രഷൻ ആയതുകൊണ്ട് നമുക്ക് ലെറ്റ്സ് ഫോക്കസ് ഓൺ ദാറ്റ്. ഒരു ഡിപ്രസീവ് എപ്പിസോഡ് വരുന്ന ഒരാൾക്കുള്ള ടിപ്പിക്കൽ സിംറ്റംസ്, 3 ടിപ്പിക്കൽ സിംറ്റംസ് ഉള്ളതാണ്. ലോ മൂഡ്, ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ എൻജോയ്മെന്റ്, റെഡ്യൂസ്ഡ് എനർജി ലീഡിംഗ് ടു ഇൻക്രീസ്ഡ് ഫെറ്റിഗിബിലിറ്റി ആൻഡ് ഡിമിനിഷ്ഡ് ഡോണിയ എന്ന് പറയും, ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ എൻജോയ്മെന്റ്, റെഡ്യൂസ്ഡ് എനർജി ഒക്കെ. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ്, ഇത് 3 ടിപ്പിക്കൽ ആയിട്ടുള്ള സിംറ്റം. ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്യപ്പെട്ട ഒരാൾക്ക് ടിപ്പിക്കൽ ആയിട്ട് ഉണ്ടാവുന്ന 3 സിംറ്റംസ് ആണ് ഇത് 3. ബാക്കിയൊക്കെയാണ് കോമൺ ആയിട്ടുള്ള സിംറ്റംസ്. അപ്പൊ ഈ സിംറ്റംസിൽ ഈ മുകളിലത്തെ 2 എണ്ണം, താഴത്തെ 4 എണ്ണം, മുകളിലത്തെ 3 എണ്ണം, താഴത്തെ 4 എണ്ണം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇതിന്റെ മൈൽഡും മോഡറേറ്റും സിവിയറും ആയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഡയഗ്നോസിസ് നമ്മൾ ഡോക്ടേഴ്സ് കൊടുക്കുക. ഓക്കെ, മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കോമൺ സിംറ്റംസ് ആർ കോൺസെൻട്രേഷൻ കുറവായിരിക്കും, അറ്റൻഷൻ കുറവായിരിക്കും, സെൽഫ് എസ്റ്റീം കുറവായിരിക്കും, സെൽഫ് കോൺഫിഡൻസ് കുറവായിരിക്കും, അവർക്ക് പിന്നെയും ഗിൽട്ട് ഫീൽ ആവാനുള്ള ചാൻസസ് ഉണ്ട്, അൺവേർദിനെസ് ഫീൽ ആവും, എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള ഫീലിംഗ്, ബ്ലീക്ക് ആൻഡ് പെസിമിസ്റ്റിക് വ്യൂസ് ഓഫ് ദ ഫ്യൂച്ചർ, ഫ്യൂച്ചറിൽ ഒന്നുമില്ല, ഞാൻ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, മുമ്പോട്ട് പോയിട്ടൊന്നും കാര്യമില്ല, പിന്നെ സെൽഫ് ഹാമിന്റെ ഐഡിയാസ് ഉണ്ടാവും, സൂയിസൈഡൽ ടെൻഡൻസീസ് ഉണ്ടാവും, ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് ഉണ്ടാവാം, ഉറക്കം ശരിയാവാതിരിക്കാം, എപ്പറ്റൈറ്റിലെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഫുഡ് കഴിക്കാൻ അധികം താല്പര്യമില്ലാത്ത ആൾക്കാരായിരിക്കാം. അപ്പൊ പല സിംറ്റംസ് ഉണ്ടാവും. ഇപ്പൊ ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ചിലവർക്ക് തോന്നും, അയ്യോ ഇതൊക്കെ എനിക്കുണ്ടല്ലോ, ഇതൊക്കെ എനിക്കുണ്ടല്ലോ എന്ന് തോന്നിയിരിക്കാം. പക്ഷെ ഇതിനൊക്കെ ഓരോരോ ലെവൽസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഈ സിംറ്റമില് ഏത് ലെവലിലാണ് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് മീൻസ്. ഒരു സെക്കൻഡ്, ഐ എം ജസ്റ്റ് റീഡിംഗ് ദ ചാറ്റ്. Can these 3 symptoms always mean you are in depressive episode? No, which is why I said you cannot say that about yourself. You will have to go to a doctor. If you are feeling like what you are feeling is impairing your daily life, അതായത് നിങ്ങൾക്ക് ഇപ്പൊ പെട്ടെന്ന് ഫീൽ ആവുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോസ് ഓഫ് എനർജി ഫീൽ ആവുമ്പോൾ, നിങ്ങൾക്ക് ലോ മൂഡ് ഫീൽ ആവുമ്പോൾ, ഒരു കാര്യം ചെയ്യാൻ താല്പര്യമില്ലായിട്ടും ഫീൽ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്നു, നിങ്ങൾക്ക് നാളെ ചെയ്യാനുള്ള കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ പണിയൊന്നും ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ജോലി എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ലൈഫിനെ അത് ഇമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പൊ നിങ്ങൾ ഡോക്ടറെ കാണുക. The doctor will tell you if it is just something that you can work out, or if there is a diagnosis to be done, or if you have to take medicines, or what kind of treatment is required for you. Okay, I hope that is understandable. Okay, so these are the 4 types. Okay, mild depressive episode, moderate depressive episode, severe depressive episode without psychotic symptoms, severe depressive episode with psychotic symptoms. Okay, ഇത് ഞാൻ തെറ്റിച്ചതാണ്, മോളത്തെ വിത്ത് സൈക്കോട്ടിക് സിംറ്റംസ് ആണ്, എനിക്ക് തെറ്റിപ്പോയതാ, സോറി ട്ടോ. ഓക്കെ, സോ മൈൽഡ് ഡിപ്രസീവ് എപ്പിസോഡിൽ ഇത്ര സിംറ്റംസും കോമൺ ഇതുണ്ടാവണം എന്നാണുള്ളത്. ഓക്കെ, സോ അതിന്റെ അടിയിൽ വരുന്ന ഒരു കാര്യമാണ് സൊമാറ്റിക് സിൻഡ്രോം, വിത്ത് സൊമാറ്റിക് സിൻഡ്രോം ആൻഡ് വിത്തൗട്ട് സൊമാറ്റിക് സിൻഡ്രോം. സൊമാറ്റിക് സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, ചില ആൾക്കാർക്ക് അവരുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ചില പെയിനുകൾ, കയ്യിലുള്ള പെയിൻ, കാലിലുള്ള പെയിൻ, അല്ലെങ്കിൽ നടുവേദന, അല്ലെങ്കിൽ തലവേദന, ഇങ്ങനെയുള്ള വേദനകൾ ചിലപ്പോൾ അവരുടെ സൈക്കോളജിക്കൽ പെയിൻ അവരുടെ ബോഡിയിൽ ഫിസിക്കലായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയുള്ള ചാൻസസ് വളരെയധികം ഉണ്ടാവാറുണ്ട്. എക്സാജറേറ്റഡ് ആങ്സൈറ്റി, ഒരു ഭയങ്കരത്തിലുള്ള ഒരു പേടി അവരുടെ ഫിസിക്കൽ പെയിനിനെ കുറിച്ചിട്ട്, അത് ആ പെയിൻ അവർക്ക് ഉണ്ടാവാനുള്ള റീസൺ തന്നെ അവരുടെ ഇമോഷണൽ, അവരുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് വരുന്നതായിരിക്കും. അതാണ് സൊമാറ്റിക് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പൊ ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിപ്രസീവ് എപ്പിസോഡ്സ് ദാറ്റ് പീപ്പിൾ ക്യാൻ ഹാവ്. സൈക്കോട്ടിക് സിംറ്റംസ്, സൊമാറ്റിക് സിൻഡ്രോം അത് തന്നെയാണ്, ബട്ട് ആ ടോപ്പിക് ഇസ് നോട്ട് എക്സാക്ട്ലി സൊമാറ്റിക് സിൻഡ്രോം ടുഡേ. ടോപ്പിക് ഇസ് ഡിപ്രസീവ് എപ്പിസോഡ്. സൊമാറ്റിക് സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നമുക്ക് ഉണ്ടാവുന്ന മെന്റൽ പ്രശ്നങ്ങൾ നമ്മുടെ ബോഡിയിൽ ഫിസിക്കലായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതിനെ നമ്മൾ എക്സാജറേറ്റ് ആയിട്ട് പേടിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആൻസൈറ്റി ഉണ്ടാവുന്ന സമയത്ത് ഇപ്പോൾ ഒരാൾക്ക് പാനിക് അറ്റാക്സ് ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ചെസ്റ്റ് പെയിൻ ഫീൽ ആവും, പിന്നെ അവർക്ക് ബ്രെത്ത്ലെസ്നെസ് ഫീൽ ആവും. ഓക്കെ, ഹാർട്ട് ബീറ്റ് നല്ലോണം റേസ് ചെയ്യുന്ന പോലെ ഫീൽ ആവും. ഈ കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ എനിക്ക് ബ്ലഡ് പ്രഷറിന്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഞാനിപ്പോ മരിച്ചു പോകും, എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയാണ് എന്നുള്ള ഒരു എക്സാജറേറ്റഡ് ഫീലിംഗ്, അതാണ് സൊമാറ്റിക് സിൻഡ്രോം എന്ന് പറയുന്നത്. ഡിപ്രഷനിലുള്ള ആൾക്കാർക്ക്, ആൻസൈറ്റി ഉള്ള ആൾക്കാർക്കൊക്കെ സൊമാറ്റിക് സിൻഡ്രോം ഉണ്ടാവാനുള്ള ചാൻസസും ഉണ്ട്. ഓക്കെ,
ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിന്റെയൊക്കെ അടിയിൽ വരുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഒരിക്കലും മനുഷ്യന് ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ അല്ലാത്ത ഒരാൾക്ക് പ്രോപ്പർ ഡയഗ്നോസിസ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല എന്ന്. ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. സൈക്കോട്ടിക് സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാലൂസിനേഷൻസ്, ഡെലൂഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ആവുന്നതിനെയാണ് സൈക്കോട്ടിക് സിംറ്റംസ് എന്ന് പറയുക. അതായത് ഇല്ലാത്ത കാര്യങ്ങൾ കാണുകയോ ഇല്ലാത്ത കാര്യങ്ങൾ കേൾക്കുകയോ മണക്കുകയോ ചെയ്യുന്നതിന് നമ്മൾ ഹാലൂസിനേഷൻസ്, ഡെലൂഷൻസ് എന്ന് പറയും. ഓക്കെ, അതാണ് സൈക്കോട്ടിക് സിംറ്റംസ്. അതുണ്ടാവാനുള്ള ചാൻസസും സിവിയർ ഡിപ്രസീവ് എപ്പിസോഡ് ഉള്ള ആൾക്ക് ചാൻസസ് ഉണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് വൺ ഓഫ് ദ ടൈപ്സ്. ഐ ഹോപ്പ് ദാറ്റ് വാസ് ക്ലിയർ. സോ ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും മാനിയ, സൈക്കോസിസോടുകൂടിയുള്ള മാനിയ ഉണ്ട്, ഹൈപ്പോമാനിയ ഉണ്ട്, എലേഷൻ ഉണ്ട്, നോർമൽ മൂഡ് ഉണ്ട്, ഡിസ്തൈമിയ, മൈൽഡ് ഡിപ്രഷൻ, മോഡറേറ്റ്, സിവിയർ വിത്ത് സൈക്കോസിസ്. ഇതിൽ ഏതൊക്കെയാണ് ഡിപ്രസീവ് ഡിസോർഡറിന്റെ അടിയിൽ വരുന്ന കാര്യങ്ങൾ, ഏതൊക്കെയാണ് റിക്കറന്റ് ഡിപ്രസീവ് ഡിസോർഡറിന്റെ അടിയിൽ വരുന്ന കാര്യങ്ങൾ, ഏതൊക്കെയാണ് സൈക്ലോതൈമിയന്റെ അടിയിൽ വരുന്ന കാര്യങ്ങൾ, ഏതൊക്കെയാണ് ബൈപോളർ എഫക്റ്റീവ് ഡിസോർഡറിന്റെ അടിയിൽ വരുന്ന കാര്യങ്ങൾ എന്ന് കാണാൻ പറ്റും. ഇറ്റ്സ് വെരി ക്ലിയർലി എക്സ്പ്ലെയിൻഡ് ഇൻ ദ ഇമേജ്. You can just check that out for a second. Okay, now let's talk about ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ എങ്ങനെ അതിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന്. Just give me 1 second. ഇതിനെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടതുള്ളത്. ഇങ്ങനെ ഉണ്ടാവുമ്പോ നമ്മൾ ആൾക്കാരോട് എന്താ പറയാ, എടാ ശരിയായിക്കോളും, എല്ലാം ശരിയായിക്കോളും, ഇപ്പൊ എല്ലാം പോയിക്കോളും എന്നൊക്കെ പറയും. But that's not how it should be done. If you feel like somebody has some kind of a particular cyclothymia and dysthymia is difference in moods. It does not really come under depression itself. It's elation in moods. Ipo cyclothymia എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ഹൈസ് ആൻഡ് ലോസ് ഫീൽ ആവുന്നതാണ്. ഡിസ്തൈമിയവും kind of similar to the same ആണ്. I am not very experienced in dysthymia or cyclothymia, so I can't exactly talk about it. If you want to, you can definitely research about it. Normal mood or mood disorder? Normal mood disorder അല്ല. നോർമൽ മൂഡ് ഇടയിൽ ഉണ്ടാവുന്നത്, ഇറ്റ് ഷിഫ്റ്റ്സ്, റൈറ്റ്? ആസ് എൻ ഒരു എലേറ്റഡ് മൂഡിൽ നോർമൽ മൂഡിലേക്ക് പോകും, പിന്നെയും ഡിസ്തൈമിയയിലേക്ക് പോകും. ഇറ്റ്സ് എ ഷിഫ്റ്റ്, ഇറ്റ്സ് എ ബിഗ് ഷിഫ്റ്റ്. പീപ്പിൾ കീപ് ഗോയിങ് അപ്പ് ആൻഡ് ഡൗൺ ഫ്രം ഓൾ ദ കൈൻഡ്സ് ഓഫ് മൂഡ്സ്. അപ്പൊ അതാണ് അതിന്റെ ഇടയിൽ ഇടാനുള്ള റീസൺ. So these are the kinds of treatments that people should go for. For example, if you feel like there is something that is impairing your life, നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു കാര്യം ഫീൽ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ലൈഫിനെ എങ്ങനെയെങ്കിലും ബാധിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ what you can do is go to a mental health professional. അതായത് ഒരു സൈക്കോളജിസ്റ്റോ, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ, ഒരു സൈക്കോതെറപ്പിസ്റ്റോ അവരുടെ അടുത്തേക്ക് പോവുക. OCD and depression are കോമോർബിഡ് ആണ്. OCD ഉള്ള ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ യു ഷുഡ് ടോക്ക് തെറപ്പി ഇസ് വൺ ഓഫ് ദ ട്രീറ്റ്മെന്റ്സ്. ടോക്ക് തെറപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് സോർട്ട് ഓഫ് കൗൺസിലിംഗ് ഇറ്റ് സെൽഫ് വിത്ത് എ ലിറ്റിൽ മോർ അഡ്വാൻസ്മെന്റ്. ടോക്ക് തെറപ്പി ഉണ്ട്. സൈക്കോതെറപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോഡൈനാമിക് ആയിട്ടും കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി, ഇങ്ങനെയുള്ള കുറേ തെറപ്പീസ് യൂസ് ചെയ്ത് ചെയ്യുന്നതിനെയാണ് സൈക്കോതെറപ്പി എന്ന് പറയുക. പിന്നെ മെഡിക്കേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. മെഡിക്കേഷൻസിൽ നമ്മൾ ചെയ്യുന്നത് സെറോട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. പിന്നെ സെറോട്ടോണിൻ ആൻഡ് നോറെപ്പിനെഫ്രിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് ആണ് നമ്മൾ മെഡിക്കേഷൻ ആയിട്ട് എടുക്കുന്നത്. പിന്നെ ഇൻഡിവിജ്വൽ കൗൺസിലിംഗ്, ഫാമിലി കൗൺസിലിംഗ്, ഇതൊക്കെയാണ് കൊടുക്കുന്നത് യൂഷ്വലി ഡിപ്രഷനുള്ള ഒരു പേഷ്യന്റിന് നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ഇല്ലാതെ തന്നെ ഒരാൾക്ക് ശരിയാവാനുള്ള ചാൻസസ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് എ പോസിബിലിറ്റി, ബട്ട് ഇറ്റ് ഇസ് ഓൾവേസ് എ റിസ്ക്. യു കാൺട്ട് ഓൾവേസ് ബി ഷുവർ ദാറ്റ് യു വിൽ ഗെറ്റ് ബെറ്റർ വിതൗട്ട് ട്രീറ്റ്മെന്റ്. You can't be sure, but it is a very rare possibility. It's a very rare chance. You can lose the person at any point of time because high severe depression or having high suicidal tendency is also very highly possible. So you never know when you might lose them. So idokkeyana treatment aayittu use cheyyunnathu. Other things that can be helpful is yoga, meditation, acupuncture, art therapy, dance therapy, music therapy. പിന്നെ ചിലവർക്ക് ജേർണലിംഗ് ഹെൽപ്സ് അലോട്ട്, ഡാൻസിങ് ഹെൽപ്സ് അലോട്ട്. ഇങ്ങനെ നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇറ്റ് കെൻ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യുവർ മൈൻഡ്. ഓക്കെ,
It is not therapy per se, it is not treatment at all, but it is therapeutic. Therapeutic എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it can help you. It can aid in your healing journey. It can help. നിങ്ങളെ ഹീലിംഗ് ജേർണിക്ക് നിങ്ങളെ അത് സഹായിക്കാൻ നല്ലോണം ചാൻസസ് ഉണ്ട്. പെറ്റ്സ് കെൻ ഹെൽപ്പ്. ചിലവർക്ക് പെറ്റ്സ് അവര് ഇത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്, ഹാവ് എ പെറ്റ്, ടേക്ക് എ പെറ്റ്, അല്ലെങ്കിൽ അസൈൻ ചെയ്ത് കൊടുക്കും ടു മേക്ക് ഇറ്റ് ബെറ്റർ ഫോർ പീപ്പിൾ. Can they do these interested things during depressive episodes? It is difficult, but it is possible. It is difficult, but it is possible. So this is how ഞാനിപ്പോ ഈ ഇമേജ് ഷെയർ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ I spoke about medications, right? I spoke about medications here, SSRIs and SNRIs. അപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്, people are very skeptical about taking medicines. ചിലവർ പറയും മെഡിസിൻസ് എടുക്കേണ്ട ആവശ്യമില്ല, മെഡിസിൻസ് എടുക്കുന്നത് മോശമാണെന്നൊക്കെ പറയും. പക്ഷെ സൈക്യാട്രിസ്റ്റ് ഇത്രയും വർഷങ്ങൾ പഠിക്കുന്നതും ഇന്ന് ഇങ്ങനെ ഒരു കാര്യം മസ്റ്റ് ആയിട്ട് കൊടുക്കുന്നതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ചില ബോഡീസിന്, ചില മനുഷ്യന്മാർക്ക് മെഡിക്കേഷൻ എടുത്ത് ഒരിക്കലും ശരിയാവില്ല. സിവിയർ ഡിപ്രഷൻ വിത്ത് സൈക്കോട്ടിക് സിംറ്റംസ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി നീഡ് മെഡിക്കേഷൻ. യു കാൺ ഡു എനിത്തിങ് വിത്തൗട്ട് ഇറ്റ്. യുവർ ഡെയിലി ലൈഫ് വിൽ ബി വെരി വെരി ഇംപയർഡ്. അപ്പൊ ഭയങ്കരമായിട്ട് നെസസറി ആണ്. ചില ആൾക്കാർക്ക് കൗൺസിലിംഗ് അലോങ് വിത്ത് മെഡിക്കേഷൻസ് മതിയാവും, ചില ആൾക്കാർക്ക് വെറും കൗൺസിലിംഗ് തന്നെ മതിയാവും. അങ്ങനെ വെറും കൗൺസിലിംഗ് മതിയാവുന്ന ആൾക്കാർക്ക് മെഡിക്കേഷൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ബട്ട് ഇറ്റ് ഇസ് ഫോർ ദ ഡോക്ടർ ടു ഡിസൈഡ്. ഡോക്ടർ ആണ് അത് ഡിസൈഡ് ചെയ്യേണ്ടത്, മെഡിക്കേഷൻ വേണോ ഇല്ലയോ എന്നുള്ള കാര്യം. അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനായിരിക്കും ഡിസൈഡ് ചെയ്യുക. അപ്പൊ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിന് മാത്രമേ അത് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പിന്നെ നിങ്ങൾ വേറൊരാളുടെ അടുത്തേക്ക് റെഫർ ചെയ്യും. നിങ്ങൾക്ക് കൗൺസിലിംഗ് മാത്രം മതിയാവുമെങ്കിൽ അവർ നിങ്ങൾ ഒരു കൗൺസിലറുടെ അടുത്തേക്ക് റെഫർ ചെയ്യും. അങ്ങനെയാണ് യൂഷ്വലി സംഭവിക്കാറുള്ളത്, അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. ഓക്കെ, സോ ദിസ് ഇസ് SSRI, സെറോട്ടോണിൻ ഇൻഹിബിറ്റർ. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, സെറോട്ടോണിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, സെറോട്ടോണിൻ ഇസ് എ ഹാപ്പി ഹോർമോൺ. നമ്മുടെ ബോഡിയിലെ ഹാപ്പി ഹോർമോൺ ആണ് സെറോട്ടോണിൻ. ഓക്കെ, അപ്പൊ സെറോട്ടോണിൻ നമ്മുടെ ബോഡിയിൽ റിലീസ് ചെയ്ത് കഴിയുമ്പം അതിനെ റീഅപ്ടേക്ക് ചെയ്യും നെർവ്സ്. ആ റീഅപ്ടേക്ക് ചെയ്യുന്നതിനെ ഇൻഹിബിറ്റ് ചെയ്യുക, അതായത് ഇല്ലാണ്ടാക്കുക, തിരിച്ചെടുക്കുന്നതിനെ ഇല്ലാണ്ടാക്കുകയാണ് നമ്മൾ എടുക്കുന്ന മെഡിസിൻ ചെയ്യുന്നത്. അപ്പൊ അത് ഇല്ലാണ്ടാക്കുന്ന സമയത്ത് ആ ഹോർമോൺ കുറച്ചും കൂടെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. അപ്പൊ അത് ഹാപ്പി ഹോർമോൺ ആയതുകൊണ്ട് ഇറ്റ് ക്യാൻ help you elevate your mood, or it can help you have a better mood. അതാണ് ആ മെഡിസിന്റെ sole reason, okay, or function. So there are many ways in which you can keep yourself happy. Okay, these are not treatments to depression. ഇതൊന്നും ഡിപ്രഷന്റെ ട്രീറ്റ്മെന്റോ ഒന്നുമല്ല. These are just ways in which you can help your mind. You can keep yourself healthy. You can keep yourself happy. Okay, ഹാപ്പി ആയിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിലും യു വിൽ നെവർ നോ സെറോട്ടോണിൻ ഇസ് എ ഡിഫറെന്റ്. സെറോട്ടോണിൻ ഡോപ്പമിനും രണ്ട് ഡിഫറെന്റ് കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ്. രണ്ടിന്റെയും കോമ്പണന്റ് തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ദാറ്റ് ഇസ് ദ ബിഗസ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബോത്ത്. ദ റെസ്റ്റ് യു ക്യാൻ ഗൂഗിൾ ആൻഡ് സീ. ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, സോ കീപ്പിംഗ് യുവർ സെൽഫ് വെരി ഹെൽത്തി, വെരി ഹാപ്പി ഇസ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾ നിങ്ങളെ തന്നെ എങ്ങനെ ഹാൻഡിൽ ചെയ്തു, നിങ്ങൾ നിങ്ങളോട് എങ്ങനെ സംസാരിക്കുന്നു, നിങ്ങൾ എങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡെയിലി ചെയ്യുന്നത്, ഓൾ ദീസ് തിങ്സ് മാറ്റർ എ ലോട്ട്. ഓക്കെ, ഐ വിൽ നെവർ സേ ദറ്റ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മെന്റൽ ഇൽനെസ്സും മെന്റൽ ഡിസോർഡറും ഒരിക്കലും വരില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ബട്ട് you can make yourself healthy. You can keep yourself happy. And in case something hits you, in case something happens to you, in case your mood is low, in case you're not feeling good, in case you think എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെന്നോ, ഒരു മെന്റൽ ഇൽനെസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്നോ, അല്ലെങ്കിൽ ആരെങ്കിലും കണ്ട് തോന്നുന്നുണ്ട് എങ്കിൽ ഗോ ടു എ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ. ഓക്കെ, അപ്പൊ എക്സസൈസിങ് വളരെ നല്ലതാണ്. ബ്രെയിനിനെ എക്സസൈസ് ചെയ്യാന്ന് വെച്ചാൽ നല്ലോണം വായിക്കുക, താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. വെറുതെ ലേസി ആയി ബെഡിൽ കുത്തിരുന്ന് ലൂഡോവും സ്നേക്ക് ആൻഡ് ലാഡറും പബ്ജിയും ഒക്കെ കളിക്കുന്നതല്ലാണ്ട് പല കാര്യങ്ങളും ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുക. സ്റ്റിച്ച് ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യുക. താല്പര്യമുള്ള കാര്യങ്ങൾ, എന്താണ് താല്പര്യം, ആ കാര്യങ്ങൾ ബ്രെയിനിന് നല്ലോണം സ്റ്റിമുലേഷൻ കൊടുത്ത് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഷോട്ട്സ് ഫയർഡ്. എൻഗേജ് ഇൻ സ്റ്റിമുലേറ്റിംഗ് കോൺവെർസേഷൻസ്. ടോക്ക് ടു പീപ്പിൾ. ആൾക്കാരോട് സംസാരിക്കുക. നമുക്ക് താല്പര്യമുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ, ഇഷ്ടമുള്ള കാര്യങ്ങൾ അങ്ങനെ അതേ താല്പര്യമുള്ള ടൈപ്പുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരോട് അതിനെക്കുറിച്ച് സംസാരിക്കുക. എന്ത് ചെയ്യുന്ന വെച്ചാൽ അത് നമ്മൾ കംപ്ലീറ്റ്ലി സ്റ്റിമുലേറ്റ് ചെയ്യും. നമുക്ക് നല്ലോണം ഇൻഫർമേഷൻ കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ. പിന്നെ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. കഴിയുന്നത്ര
practice gratitude. Be grateful every single day for the little things. Thank you പറയാൻ പഠിക്കുക. താങ്ക് യും സോറിയും പറയാൻ നമ്മുടെ ഇന്നത്തെ ജനറേഷനിലത്തെ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഭയങ്കര ഇന്നത്തെ ജനറേഷൻ അല്ല, പണ്ടത്തെ ജനറേഷനിലത്തെ ആൾക്കാർക്കും താങ്ക് യും സോറി എന്ന് പറയുന്ന കാര്യങ്ങൾ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ രണ്ട് വാക്കുകൾ എന്തോ തൊടാൻ പാടില്ലാത്ത പോലെയാണ് കൺസിഡർ ചെയ്യുക. പക്ഷെ ഇറ്റ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ടു എക്സ്പ്രസ് ലവ്, ടു സേ താങ്ക് യു, ടു എക്സ്പ്രസ് കെയർ, to say sorry when you do something wrong. ഇതൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ you feel like okay, you are not such a bad person. You feel like, you know, you can be a better person. You can do good things. People around you are doing good things. നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് they say best friends don't thank each other, which is a problem. അതൊരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ബെസ്റ്റ് ഫ്രണ്ട്സ് don't say thank you to each other is a problematic statement. It's like ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരാൾ, യു ആർ എക്സ്പെക്ടിങ് ദം ടു ഡു എനിത്തിങ് ആൻഡ് എവറിത്തിങ് ഫോർ യു ഔട്ട് ഓഫ് ദെയർ ഓൺ ടൈം, ബട്ട് യു ആർ നോട്ട് ഗോയിങ് ടു ബി താങ്ക്ഫുൾ ടു ദം ഫോർ ഡൂയിങ് ദാറ്റ് ടു യു. ദാറ്റ്സ് നോട്ട് ഓക്കെ. ഇറ്റ്സ് ലൈക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് മസ്റ്റ് സേ താങ്ക് യു. ബിക്കോസ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരാൾ എന്താണെന്ന് വെച്ചാൽ അത്രയും ടൈമും എഫേർട്ടും നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനും നിങ്ങൾക്ക് തരാനും തരാനും റെഡി ആയിട്ടുള്ള ഒരാൾ ഉണ്ടാവുമ്പം അവരോട് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയില്ലെങ്കിൽ, അവർക്ക് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിച്ചില്ലെങ്കിൽ പിന്നെ ആർക്കാ കാണിക്കുക? വേറെ എന്ത് കാര്യമുള്ള ഒരു സ്ട്രേഞ്ചറിനോട് താങ്ക് യു പറയുന്നതിനേക്കാളും ഇമ്പോർട്ടന്റ് ആണ് ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോട്, മദറിനോട്, പേരന്റിനോട്, നിങ്ങൾക്ക് ഏറ്റവും അധികം കാര്യങ്ങൾ ചെയ്തു തരുന്ന ടീച്ചേഴ്സിനോടൊക്കെ താങ്ക് യു പറയും. പറയില്ല. അതായത് താങ്ക് യു എന്ന് പറയുന്ന കാര്യം ഗുഡ് ചെയ്യും. എങ്ങനെയാണ് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാൻ തോന്നുന്നത് അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക. ഓക്കെ, അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക. പിന്നെ കീപ് യുവർ സെൽഫ് ബിസി ഡൂയിങ് വാട്ട് യു ലവ്. ഈ നോ സോറി നോ താങ്ക് യു എന്നും പറയും. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ യു ഡോണ്ട് ഹാവ് ടു സേ ഇറ്റ്, റൈറ്റ്? ആൾക്കാർ അങ്ങനെ പറയുകയാണെങ്കിലും ഫോർ യുവർ സെൽഫ്, ഫോർ യുവർ മൈൻഡ് സേക്ക്, ഇറ്റ്സ് ബെറ്റർ ടു ഓൾവേസ് സേ സോറി ആൻഡ് താങ്ക് യു. People engaging in video games for prolonged hours can be affected. No. ഓക്കെ, സോ അതിനെ കുറിച്ച് പല റിസർച്ചും നടന്നിട്ടുണ്ട്. ഓക്കെ, വീഡിയോ ഗെയിംസ് ആൾക്കാരുടെ ലൈഫിൽ അവരെ വയലന്റ് ആക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പല സൈക്കോളജിക്കലും റിസർച്ചസ് നടത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വായിച്ചതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഈക്വൽ ആയിട്ടുള്ളതാണ് കാണാൻ പറ്റുക. ചില റിസർച്ചസ് സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നത് എഫക്ട് ചെയ്യുന്നുണ്ട് എന്നും ചില റിസർച്ചസ് കാണിക്കുന്നത് എഫക്ട് ചെയ്യുന്നില്ല എന്നാണ്. So I can't really talk about it. There's no perspective on it. I'm talking only purely from the basis of research. However, using playing too much video games can impair your daily life. അതായത് നിങ്ങൾ വീഡിയോ ഗെയിംസ് മാത്രം കളിച്ച് ജീവിക്കുകയാണെങ്കിൽ, അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ജീവിതം, അത് തന്നെയാണ് നിങ്ങൾ ഏർണിംഗ് മെക്കാനിസം ഒക്കെ ആണെങ്കിൽ പ്രശ്നമില്ല. ഹൗവർ നിങ്ങളൊരു വെറുതെ ഒരു നേരം പോക്കിന് അല്ലെങ്കിൽ സമയം കളയാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള കാര്യത്തിന് നല്ലോണം എഫക്ട് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. Can post pregnancy lead to depression? ഇതൊന്നും ലീഡിങ് ടു ഡിപ്രഷൻ അല്ല കേട്ടോ. ദീസ് ആർ ചാൻസസ് ആണ്. ലോൺലിനെസ് ചാൻസ് ആണ്. പോസ്റ്റ് പ്രഗ്നൻസി ചാൻസ് ഉണ്ട് ഡിപ്രസ്ഡ് ആവാൻ. പോസ്റ്റ് നേറ്റലും പോസ്റ്റ് പാർട്ടമും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. പോസ്റ്റ് പാർട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസിക്ക് ശേഷം മദറിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഡിപ്രസ്ഡ് ഫീലിംഗ് ഉണ്ടാവുന്നതാണ്. പോസ്റ്റ് നേറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചൈൽഡിനോട് തോന്നുന്നത്, അതായത് ചൈൽഡുമായിട്ട് ബോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, കുട്ടിയുമായിട്ട് ബോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ളതൊക്കെയാണ് പോസ്റ്റ് നേറ്റൽ ആയിട്ടുള്ള ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞത്. സോ ഇറ്റ്സ് എ ചാൻസ്. ഇതൊന്നും ലീഡിങ് ടു ഡിപ്രഷൻ അല്ല. നമുക്ക് ഒരിക്കലും യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്, നമുക്ക് ഒരിക്കലും ഒരു കാര്യം ലെഡ് ടു ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റില്ല. യു ഡിഡ് ദിസ് ടു മീ, നീ എന്നെ ചതിച്ചു അതുകൊണ്ട് ഞാൻ ഡിപ്രസ്ഡ് ആയി, അങ്ങനെ പറയാൻ നമുക്ക് പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് മൾട്ടി ഫാക്ടോറിയൽ. കുറെ തരത്തിലുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോ നിങ്ങൾ ഇങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഒരു ഇൻസിഡന്റ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചു, ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചു. സെയിം ഇൻസിഡന്റ് നിങ്ങളുടെ ഒരാളുടെ ജീവിതത്തിലും സംഭവിച്ചു. ആ ഇൻസിഡന്റ് സംഭവിച്ചതിന് ശേഷം എനിക്ക് താങ്ങാൻ പറ്റാണ്ട് ഞാൻ ഡിപ്രസീവ് എപ്പിസോഡ് എനിക്ക് ഉണ്ടായി. ഓക്കെ, ഐ ഗോട്ട് ഡയഗ്നോസ്ഡ് വിത്ത് ഡിപ്രഷൻ. പക്ഷെ നിങ്ങൾക്കും സെയിം ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഡിപ്രസീവ് എപ്പിസോഡിലേക്ക് നിങ്ങൾ പോയിട്ടില്ല. അണ്ടർസ്റ്റാൻഡ്? ബോത്ത് ആർ ഡിഫറെന്റ്. ബിക്കോസ് റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വളർന്നു വന്ന എക്സ്പോഷർ, നിങ്ങളെ ജീൻസ്, നിങ്ങളെ ഫിസിയോളജി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ഹോർമോൺസും കാര്യങ്ങളും, നിങ്ങളെ നെർവസ് സിസ്റ്റം ഒക്കെ എല്ലാം എന്നിൽ നിന്നും ഡിഫറെന്റ് ആണ്. നമ്മൾ രണ്ടുപേരും ഒരുപോലെയല്ല, അല്ലേ?
നമ്മൾ രണ്ടുപേരും ഒരുപോലെയല്ല. അപ്പൊ നിങ്ങൾക്കത് വരാനുള്ള ചാൻസും എനിക്കത് വരാനുള്ള ചാൻസും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അതിനേക്കാൾ വല്ലതും വരണമായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവണമായിരിക്കും. നിങ്ങൾക്ക് ഒരു ഡിപ്രഷനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മെന്റൽ ഇൽനെസ്സോ വരാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ എനിക്കത് വന്നു എന്ന് വരില്ല. ചില ആൾക്കാരോട് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അവർ പറയും ഇതുവരെ ജീവിതത്തിൽ ഒരു ഇൻസിഡന്റും നടന്നിട്ടില്ല, വിഷമം വരുന്ന ഒരു ഇൻസിഡന്റും നടന്നിട്ടില്ല, ട്രോമാറ്റിക് ആയിട്ട് ഒന്നും നടന്നിട്ടില്ല, സ്റ്റിൽ ദേ ആർ ഡയഗ്നോസ്ഡ് വിത്ത് ഡിപ്രഷൻ ഓർ സംതിങ് ഓർ ദി അതർ. ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ. ജനറ്റിക് ആയിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അവരുടെ ബ്രെയിനിലുള്ള ഡിസ്ഫങ്ഷൻ കൊണ്ടുണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അവരുടെ ഫാമിലിയിൽ ജനറേഷന്റെ ആർക്കോ ഉണ്ടായത് പാസ് ഓൺ ചെയ്തിട്ട് അവർക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇതൊക്കെ ഐ എം ടോക്കിംഗ് പ്യോർലി ഫ്രം റിസർച്ച്. So all of these are possibilities. So you can never say this is the exact same thing that leads to this, which is why psychology is ever evolving. Psychology ever evolving ആണ്. എവോൾവ് ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പോഴും റിസർച്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ആൾക്കാർ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റിസർച്ചസ് നടക്കുന്നത് അത്രയും വെസ്റ്റേൺ സൈക്കോളജി പോലെ അത്രയും അഡ്വാൻസ്ഡ് അല്ല. പക്ഷെ എന്നാൽ കൂടിയും ഇന്ന് ആൾക്കാർ എത്രയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. We need more psychologists. We need more mental health professionals in India. ഈ അടുത്ത് വായിച്ചൊരു സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് മനസ്സിലാക്കിയത് എന്താന്ന് വെച്ചാൽ we hardly have 10,000 mental health professionals. അങ്ങനെ എന്തോ ആണ്. അത്രയും പരിതാപകരമായ അവസ്ഥയാണ് ഇന്ത്യക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസും ഉള്ളൂ. മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഹെൽപ്പ് സീക്ക് ചെയ്യാനോ ട്രീറ്റ്മെന്റിനോ പോവുകയും ചെയ്യില്ല. Okay, so that is too much YouTube or games or TV, all of it makes you feel talakkadi gettiya state of mind. Yes, that is right for him. That is right. It can affect your daily life. Because full entire എന്താ പറയണ്ടേ, തല എന്ന് പറയുന്നത് വേറെ എവിടെയോ ആയിരിക്കും. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന സംഭവം തീരെ ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. കോൺഷ്യസ്നെസ് ഉണ്ടാവില്ല, അവയർനെസ് ഉണ്ടാവില്ല, ചുറ്റും എന്താ നടക്കുന്നുണ്ടെന്നുള്ള ബോധം ഉണ്ടാവില്ല. So this is very helpful. What you guys can do is make fun checklists. Okay, ഇത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഭയങ്കര രസമാണ്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ള കാര്യങ്ങൾ, പോവാൻ താല്പര്യമുള്ള സ്ഥലങ്ങൾ, ഇതിന്റെ ഒക്കെ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. ഓക്കെ, എന്നിട്ട് അത് ഓരോന്നായി ചെയ്തു തുടങ്ങുക. ഇപ്പൊ ഡിപ്രസ്ഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. ഡു തിങ്സ് ലൈക്ക് ദിസ്, ഡു തിങ്സ് ദാറ്റ് മേക്ക് യു ഹാപ്പി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുടെ ഒക്കെ ചെക്ക് ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഡു ദോസ് തിങ്സ് ആൻഡ് ദെൻ ടിക്ക് ഇറ്റ്. അത് ടിക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ഓ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം അത് ഞാൻ ചെയ്തു. പിന്നെ അവസാനം ആ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി എല്ലാം കൂടെ ഒന്ന് ഫുള്ളായി ടിക്ക് ചെയ്യുമ്പോൾ ആ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, ഇറ്റ്സ് അമേസിങ്. ഓക്കെ, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. സൈക്കോളജിസ്റ്റും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓക്കെ, സൈക്കോളജിസ്റ്റും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഒരു സൈക്കോളജിസ്റ്റ് PG കഴിഞ്ഞ ഒരാൾക്ക്, ഓക്കെ, MA ജനറൽ സൈക്കോളജിയോ MA സൈക്കോളജിയോ കഴിഞ്ഞ ഒരാൾക്ക് സൈക്കോളജിസ്റ്റ് ആവാം. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്റെ പേരിന്റെ അടിയിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എനിക്ക് കൊടുക്കാൻ പറ്റില്ല. ഞാൻ MSc ക്ലിനിക്കൽ സൈക്കോളജി പഠിച്ചു, പക്ഷെ ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. റീസൺ എന്താണെന്ന് വെച്ചാല് MSc ക്ലിനിക്കൽ സൈക്കോളജി കഴിഞ്ഞതിന് ശേഷം MPhil ചെയ്യണം. ക്ലിനിക്കൽ സൈക്കോളജിയിൽ ക്ലിനിക്കലായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് MPhil ചെയ്തിട്ട് RCIന്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവാൻ പറ്റുള്ളൂ. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നൊരാൾക്ക് നിങ്ങൾ ഡയഗ്നോസ് ചെയ്യാനുള്ള കഴിവുണ്ട്, ഡയഗ്നോസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ടെസ്റ്റ് തരാനും നിങ്ങളെ ഡയഗ്നോസിസ് ഇതാണെന്നും നിങ്ങൾക്ക് ഇതാണ് ഡിസോർഡർ എന്ന് പറയാനും നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് തരാനുള്ള അധികാരം അല്ലെങ്കിൽ റൈറ്റ് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനുണ്ട്. അത് അവർ MPhil ചെയ്തത് കൊണ്ട് കൂടിയാണ് അവർക്ക് കിട്ടുന്നത്. MPhil എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിനിക്കൽ പ്രാക്ടീസ് ആണ്. അവര് ക്ലിനിക്സിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് സൈക്യാട്രിസ്റ്റിന്റെയും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയും അടിയിൽ വർക്ക് ചെയ്തുകൊണ്ട് അവർക്ക് കിട്ടുന്ന എക്സ്പീരിയൻസിൽ കിട്ടുന്നതാണ് അത്. ഓക്കെ, വേറെ ആസ് എ സൈക്കോളജിസ്റ്റ്, ഒരു സൈക്കോളജിസ്റ്റ് PG കഴിഞ്ഞ ഒരാള്, ഇന്റേൺഷിപ്പ് കഴിഞ്ഞ ഒരാൾക്കൊക്കെ സൈക്കോളജിസ്റ്റ് മാത്രമേ ആവാൻ പറ്റുള്ളൂ. ദേ കൻ പ്രൊവൈഡ് തെറപ്പീസ് ഇഫ് ദേ ആർ ഗുഡ് അറ്റ് ഇറ്റ്. അതായത് അവർക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, ഇപ്പൊ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി കൊടുക്കണമെങ്കിൽ അതിൽ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് അത് ചെയ്യാം. അങ്ങനെയുള്ള തെറപ്പീസ് അവർക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ദേ കൻ ഓൺലി ഡു കൗൺസിലിംഗ്. കൗൺസിലിംഗ് മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കൽ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് പറയാൻ പറ്റില്ല ആർക്കാണ് എന്താണ് ഉള്ളത്, അവർക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ടോ ഇല്ലയോ, അവർ ഇത്രയും പഠിച്ചതാണോ അല്ലയോ, അത് ഡിഫിക്കൽട്ടാണ് മനസ്സിലാവാൻ. യെസ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ക്യാൻ ഡു തെറപ്പി. What about depression and sleep? Is that connected? Yes, it is connected. There are chances that you could have disturbed sleep if you have depression. There are chances. Psychologist or psychiatrist, who is better? ഇത് കമ്പാരിസൺ ഉള്ള ഒരു കാര്യമല്ല.
സൈക്കോളജിസ്റ്റ് ആണോ ബെറ്റർ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണോ ബെറ്റർ, സൈക്കോതെറപ്പിസ്റ്റ് ആണോ ബെറ്റർ, സൈക്യാട്രിസ്റ്റ് ആണോ ബെറ്റർ എന്നുള്ളൊരു സംഭവമല്ല. എല്ലാവർക്കും ഡിഫറെന്റ് ഫങ്ഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഫങ്ഷൻസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൈക്യാട്രിസ്റ്റിന്റെ ഫങ്ഷൻ എന്താണ്? ഒരു നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കാർഡിയോളജിസ്റ്റും ഒരു ഡെന്റിസ്റ്റും തമ്മിൽ ഡിഫറൻസ് ഇല്ലേ? നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ കാർഡിയോളജിസ്റ്റ് ആണോ ബെറ്റർ ഡെന്റിസ്റ്റ് ആണോ എന്ന്. ഇപ്പൊ എന്റെ പല്ലിനെ നോക്കാൻ കാർഡിയോളജിസ്റ്റ് ആണ് ബെറ്റർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അവരുടെ അടുത്തേക്ക് പോകാൻ പറ്റുമോ? പറ്റില്ല. അതേപോലെയാണ് സൈക്യാട്രിസ്റ്റ് മെഡിസിൻസ് തരാനാണ് they are more educated under that. Okay, is മെഡിക്കേഷനെ കുറിച്ചിട്ടാണ് എന്നോട് ചോദിക്കുന്നത് ഒരാള്. I can't answer questions on medications. I did not do my clinical psychology and MPhil ചെയ്തിട്ടില്ല. I have not done my MBBS either, so I cannot answer that question. I'm very sorry. Is occurrence of rapid heartbeat, less appetite and shortness of breath a panic attack? They are symptoms of panic attack. Rapid heartbeat, chest constriction, പിന്നെ not being breathlessness, fatigue ഫീൽ ആവുക, ടയർഡ്നെസ് ഫീൽ ആവുക, പെട്ടെന്ന് ബോധം കെടാൻ പോകുന്ന പോലത്തെ ഫീൽ ആവുക, ഇതൊക്കെ chances ആണ്. These are symptoms of panic attack. You can't clearly say that they might be a panic attack, but they are clearly symptoms. Wait a minute, I'm just reading the chat. How to improve self-love. How to improve self-love? By talking to yourself with love, first of all. You have to talk to yourself with love. You have to tell yourself good things. You should not like, നമ്മളിപ്പോ നമ്മളോട് നമ്മളെ തന്നെ മോശം പറയുകയാണെങ്കിൽ it's very difficult to love yourself. You should not try your level best not to depend on another person for your happiness. വേറൊരാളുടെ മേലെ നമ്മുടെ ഹാപ്പിനെസ് ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ that can be problematic. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ വായിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് പോവുക, നിങ്ങളോട് നല്ല കാര്യങ്ങൾ മാത്രം നിങ്ങൾ പറയുക. അങ്ങനെയൊക്കെയാണ് സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യാൻ. ICD and DSM are books you meant, like a manual, which is for mental health professionals. കോമൺ ആയിട്ടുള്ള ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബുക്ക് അല്ല ICD and DSM. ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ട ബുക്സ് അല്ല, മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് യൂസ് ചെയ്യേണ്ട ബുക്കാണ്, ഡയഗ്നോസിസിന് വേണ്ടി മാത്രം. ഇപ്പൊ ഒരു MBBS ഡോക്ടർ യൂസ് ചെയ്യുന്ന ഒരു ബുക്ക് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ, അതിൽ അത്രയും അധികം ടേംസ് ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ICD and DSM. സൈക്കോളജിസ്റ്റ് ആവാൻ ഹയർ സെക്കൻഡറി ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം? സൈക്കോളജിസ്റ്റ് ആവാൻ നിങ്ങൾക്ക് സയൻസ് എടുക്കാം, കോമേഴ്സ് എടുക്കാം, ഹ്യൂമാനിറ്റീസും എടുക്കാം, എന്തെടുത്താലും സൈക്കോളജി ഫീൽഡിലേക്ക് കയറാം. പക്ഷെ ഏറ്റവും നല്ലത് ഹ്യൂമാനിറ്റീസ് എടുത്ത് കയറുന്നതാണ്. കാരണം ഹ്യൂമാനിറ്റീസിൽ നിങ്ങൾക്ക് സൈക്കോളജി എന്നുള്ള ഒരു സബ്ജക്റ്റ് തന്നെയുണ്ട്. ഓക്കെ, അപ്പൊ സൈക്കോളജി എന്നുള്ള സബ്ജക്ട് തന്നെയുണ്ട്. പിന്നെ സോഷ്യോളജി പഠിക്കാം. അപ്പോൾ ഹിസ്റ്ററി പൊളിറ്റിക്സ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ സൈക്കോളജി ഫീൽഡ്. ഹൗഎവർ ബയോളജി കെൻ ഓൾസോ ഹെൽപ്പ്. ബയോളജിയും നല്ലതാണ്. അപ്പൊ സയൻസ് എടുക്കുകയാണെങ്കിലും ഹ്യൂമാനിറ്റീസ് എടുക്കുകയാണെങ്കിലും വളരെ നല്ലതാണ്. വലിയ വലിയ കമന്റ്സ് ആണ്, ഒന്ന് വായിച്ചോട്ടെ. ക്യാൻ യു ഗിവ് മീ ഗുഡ് അഡ്വൈസസ്? അതെന്ത് ക്വസ്റ്റ്യനാ? I'm sorry, what kind of a question is that? What are the ways to recognize a depressed person? This is very important. ഒരു ഡിപ്രസ്ഡ് പേഴ്സൺ അവര് മൂഡ്, അവര് എല്ലാത്തിനും ഒരു താല്പര്യമില്ലാതെ കാണുന്നുണ്ടെങ്കിൽ, അവര് വളരെയധികം എന്താ പറയണ്ട, ഒന്നിനും ഇൻട്രസ്റ്റ് ഇല്ല, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പോലും ചെയ്യുന്നില്ല, അവരൊന്നും ചെയ്യുന്നില്ല, ചിലപ്പോൾ ഉറങ്ങുക മാത്രമായിരിക്കും, ഫുഡ് കഴിക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ കുളിക്കൂല, മുടി മുറിക്കൂല, മുടി വൃത്തിയാക്കി വെക്കൂല, വൃത്തിയിൽ ഡ്രസ്സ് ചെയ്യൂല, ഇങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അവർക്ക് അവരോട് തന്നെ ഒരു സ്നേഹമില്ല, അതിന് ജീവിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ തോന്നി. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് തിങ് ഈസ് അവരോട് നമ്മൾ സംസാരിക്കുക. അവരുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ ചോദിച്ചറിയാം. ക്വസ്റ്റ്യനിങ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇത് എത്ര പറഞ്ഞാലും മതിയാവാത്ത ഒരു കാര്യമാണ്. ക്വസ്റ്റ്യനിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് ഒരാളിങ്ങനെ കംപ്ലീറ്റ്ലി ലോ മൂഡായിട്ട് കാണുമ്പോൾ നമ്മൾ അവരെങ്ങനെയെങ്കിലും ഹാപ്പി ആക്കാൻ ശ്രമിക്കും. അവരെങ്ങനെയെങ്കിലും നമ്മൾ ഹാപ്പി ആക്കാൻ ശ്രമിക്കും. അല്ലാതെ അവരുടെ പ്രശ്നം എന്താണെന്നോ, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്നോ, അവർക്ക് സംസാരിക്കണമെന്നോ നമ്മൾ അവരോട് ചോദിക്കില്ല. വി സംഹൗ ട്രൈ ടു ലൈക്ക് അവരോട് വാ നമുക്ക് പാർട്ടിക്ക് പോവാ, നമുക്ക് ഡാൻസ് കളിക്കാൻ പോവാ, നമുക്ക് ഇതാക്കാൻ പോവാ, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോവാ എന്ന് പറഞ്ഞാൽ അവരെ അപ്പൊ തന്നെ ഫോഴ്സ് ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കും. ദാറ്റ്സ് നോട്ട് വാട്ട് ഷുഡ് ബി ഡൺ. അവരോട് ഇരുന്ന് സംസാരിക്കാൻ ശ്രമിക്കുക, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവർ കംപ്ലീറ്റ്ലി ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പം അവർ ചിലപ്പം സൂയിസൈഡൽ ആണോ എന്ന് വരെ നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള ചാൻസസ് ഉണ്ട്. സൂയിസൈഡൽ ആണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ റെഫർ ദം ടു എ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ.
സൂയിസൈഡൽ ആണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും സെൽഫ് ഹാമിൽ ഏർപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞാലും അപ്പൊ തന്നെ മെന്റൽ ഹെൽത്ത് പ്രൊഫഷനിലേക്ക് റെഫർ ചെയ്യുക. ഇവിടെയുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കഴിയുന്നത്ര നിങ്ങളുടെ ചുറ്റുപാടിലുള്ള ഓൺലൈനിൽ കിട്ടാൻ പറ്റുന്ന എല്ലാ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന്റെയും ഡീറ്റെയിൽസ് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ വെക്കുക. ഇനിയിപ്പോ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ റെഫർ ചെയ്ത് കൊടുക്കാൻ, അവരങ്ങോട്ടേക്ക് പോവാൻ പെർസ്വേഡ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. അതാണ് ഒരു ശരിക്കുള്ള ഒരു ഫ്രണ്ടിനെ കൊണ്ട് പറ്റുന്ന ഏറ്റവും വലിയൊരു ഹെൽപ്പ്. അല്ലാതെ ഒരു പാർട്ടിക്ക് കൊണ്ടുപോകാനോ നല്ല ഡ്രസ്സ് മേടിച്ചു കൊടുക്കുന്നതോ അല്ല. ഓക്കെ, അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് സംസാരിക്കണോ, ഡു യു വാണ്ട് ടു ടോക്ക്. ഇഫ് അവർ ഡിനൈ ചെയ്യുകയാണ്, അവർക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ല എന്ന് അവർ പറയുകയാണെങ്കിൽ പിന്നെ അവർക്ക് എന്താണ് ചെയ്യാൻ താല്പര്യം എന്ന് അവരോട് ചോദിക്കുക. എനിക്ക് ഒന്നിനും താല്പര്യമില്ല എന്ന് ചിലപ്പോൾ അവർ പറയും. എനിക്ക് ഒന്നിനും താല്പര്യമില്ല, എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് ഒന്നും ചെയ്യണ്ട എന്ന് അവർ ചിലപ്പോൾ പറയും. അപ്പൊ ജസ്റ്റ് ബി ദെയർ വിത്ത് ദം. ഒരു ഷോൾഡർ കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ കൂടെ ഇരിക്കുക. ഓൾ ദേ നീഡ് ടു നോ ഇസ് ദാറ്റ് സംബഡി, ഒരാളുണ്ട്, എന്തെങ്കിലും ഒരു ചെറിയൊരു ഹോപ്പ്, അത് മാത്രം മതി അവർക്ക്. അല്ലാതെ നമ്മള് അതൊക്കെ ശരിയായിക്കോളും, ഇതൊന്നും വലിയ കാര്യമൊന്നും അല്ല, ഇതിനേക്കാളും വലിയ എത്ര പ്രശ്നങ്ങളുണ്ട്, നിനക്ക് ഇതിനേക്കാളും വലുത് നീ കണ്ടതല്ലേ, എനിക്കൊക്കെ ഇതിലും വലിയ സംഭവിച്ചിട്ടുള്ളതാണ്, ഇങ്ങനെയൊന്നുള്ള സംസാരങ്ങള് ബിഗ് നോ ആണ്. ഞാൻ കുറെ പറഞ്ഞു പോയി, ഇതിന്റെ അടിയിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. It has come up frequently that whenever someone goes to a psychiatrist, the patient is given just 20 minutes of time. And for non-psychotic cases as well, immediate diagnosis is given without proper explanation. What should be the correct procedure? Shouldn't the doctor really communicate to see history to see whether it's medical or environmental? Okay, Farheen പറഞ്ഞത് വളരെ സത്യമാണ്. However, I am not in a position to comment and say that the system is wrong or anything. The reason why that happens is, ഈ സൈക്യാട്രിസ്റ്റിന് 20 മിനിറ്റ് മാത്രമേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ നോൺ സൈക്കോട്ടിക് ആയിട്ടുള്ള കേസസിനും ഡയഗ്നോസിസ് ഒക്കെ കൊടുക്കുന്ന ഇതിന്റെ ഒക്കെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എത്ര പറഞ്ഞാലും മതിയാവാത്ത റീസൺ എന്താണെന്ന് വെച്ചാൽ, വി ഹാവ് വെരി ലിറ്റിൽ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ്. വി ഡോണ്ട് ഹാവ് ഇനഫ് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ്. അധികം ആൾക്കാർ ഇപ്പൊ സൈക്കോളജി പഠിച്ചിറങ്ങുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവർ പ്രാക്ടീസിന് ഇറങ്ങുന്നില്ല, അവർ വർക്കിന് ഇറങ്ങുന്നില്ല. ഈ ഇറങ്ങുന്ന ആൾക്കാർ, അതായത് ഈ ഗൈഡൻസ് കൗൺസിലേഴ്സ് അല്ലെങ്കിൽ വെറും കൗൺസിലേഴ്സ് ആയിട്ടൊക്കെ ഇറങ്ങുന്ന ആൾക്കാരാണെങ്കിൽ പ്രോപ്പർ റിസർച്ച് വർക്ക് ഇല്ലാത്ത, അല്ലെങ്കിൽ പ്രോപ്പർ സയന്റിഫിക് നോളജ് ഇല്ലാത്ത, അല്ലെങ്കിൽ 2 ആഴ്ചത്തെ ഒരു കോഴ്സ് ചെയ്ത, അല്ലെങ്കിൽ 4 ദിവസത്തെ ഒരു കോഴ്സ് ചെയ്ത ആൾക്കാരൊക്കെയാണ് ഇറങ്ങുന്നത്. അവർക്ക് സൈക്യാട്രിക് ആയിട്ടുള്ള കേസസ് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവോ കേപ്പബിലിറ്റിയോ റൈറ്റ്സോ ഇല്ല. കൗൺസിലിംഗ് ചെയ്യാനുള്ള റൈറ്റ്സ് മാത്രമാണ് അവർക്കുള്ളത്. അപ്പൊ ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാള് സൈക്കോട്ടിക് ആയിട്ടുള്ള ഒരു കേസ് അല്ലെങ്കിൽ സൈക്യാട്രിക് ആയിട്ടുള്ള ഒരു കേസ് കാണുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഒരു സൈക്യാട്രിസ്റ്റുമായിട്ട് റെഫർ ചെയ്യണം. സൈക്യാട്രിസ്റ്റും നമ്മുടെ ഇന്ത്യയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് കുറവാണ്. വി ഹാവ് വെരി ഫ്യൂ സൈക്യാട്രിസ്റ്റ്സ്. എന്താണ്, ഭ്രാന്തന്മാരെ ചികിത്സിക്കുന്ന ഡോക്ടറിനെ ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട്. അത്രയും വലിയ ടബു ആണ് നമ്മുടെ നാട്ടില്. ഇപ്പോ പേരൻസിനോട് മോൻ എന്താ പഠിച്ച, ഡോക്ടറാണോ, ആഹാ കൊള്ളാം, എന്ത് ഡോക്ടറാ, നമുക്കൊക്കെ പോവാൻ പറ്റുമോ, ഭ്രാന്തിനെ ചികിത്സിക്കുന്ന ഡോക്ടറാ. അപ്പൊ പിന്നെ ആർക്കും വേണ്ട, ആർക്കും ഇഷ്ടമല്ല. അങ്ങനെ ഒരു വലിയൊരു ടബു ഉള്ളത് കാരണമാണ് നമ്മുടെ നാട്ടിൽ സൈക്യാട്രിസ്റ്റ് തന്നെ കുറവുള്ളത്. അപ്പൊ കുറെ സൈക്യാട്രിസ്റ്റ് ഉണ്ടെങ്കിൽ മേ ബി കുറെ സമയം കിട്ടും ഒരു പേഷ്യന്റിന് ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. വി ആർ ദ ബിഗസ്റ്റ് പ്രോബ്ലം ഫോർ ഓൾ ദീസ് തിങ്സ്. How long does it take to come out of major depression after administration of medications? അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ടൈം ലിമിറ്റ് ഒന്നുമില്ല. അങ്ങനെ ഒരു ടൈം ലിമിറ്റ് ഒന്നും ആർക്കും ഇല്ല കേട്ടോ. ഇത്ര നാള് കഴിഞ്ഞാൽ ഡിപ്രഷൻ പോകുന്നൊന്നുമില്ല, മരുന്നെടുത്തു കഴിഞ്ഞാൽ ഇത്ര വേഗം പോകും, അങ്ങനെ ഒന്നുമില്ല. പിന്നെയും റിക്കറന്റ് ആയിട്ടുള്ള എപ്പിസോഡ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്, റിലാപ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്, മെഡിക്കേഷൻ കുറെ നാൾ എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്, മെഡിക്കേഷന്റെ ഡോസ് കൂട്ടേണ്ടി വരാനുള്ള ചാൻസസ് ഉണ്ട്, ബെറ്റർ ആവുന്നുണ്ടെങ്കിൽ ഡോസസ് കുറയ്ക്കാനുള്ള ചാൻസസ് ഉണ്ട്, കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് വെറും കൗൺസിലിംഗ് മാത്രം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്, കംപ്ലീറ്റ്ലി നമുക്ക് ട്രീറ്റഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഓൾ ദീസ് തിങ്സ് ആർ ചാൻസസ്. നമ്മളോട് ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അവർ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയോ ബെറ്റർ ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ you can compare Cristiano Ronaldo and Lionel Messi, both footballers, but not Cristiano Ronaldo and Virat Kohli. Hope this makes sense for psychologists as a psychiatrist question. Their roles are different. Best college for BSc Psychology in Kerala. I don't exactly know. I don't have a particular answer to that. പക്ഷെ ഞാൻ ഡിഗ്രി ചെയ്തത് റോഷ്നി നിലയിലാണ്. സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് റോഷ്നി നിലയ, മാംഗ്ലൂരിൽ ഒരു കോളേജാണ്. ഞാൻ ട്രിപ്പിൾ മേജർ ആണ് ചെയ്തത്. I did psychology,
ക്രിമിനോളജി ആൻഡ് ഫോറൻസിക് സ്കിൽ ഡെവലപ്മെന്റ്. 3 മേജേഴ്സ് ആണ് ഞാൻ ചെയ്തത്. സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് റോഷ്നി നിലയായിരുന്നു. അടിപൊളി കോളേജ് ആയിരുന്നു. സോ വൗച്ച് ഫോർ ദാറ്റ് കോളേജ് ഇഫ് യു വാണ്ട്. കേരളത്തിൽ നല്ല കോളേജസിന്റെ കണക്ക് ഐ എം നോട്ട് വെരി ഷുവർ. പക്ഷെ കുറെ കോളേജസ് ഉണ്ട്. മേ ബി യു കെൻ ഗൂഗിൾ ആൻഡ് ചെക്ക് ആൻഡ് ആസ്ക് പീപ്പിൾ ഹു ഹാവ് സ്റ്റഡീഡ് ഇൻ കേരള കോളേജസ്. What all disorders are dealt by clinical psychologists and psychiatrists? All the disorders, all mental disorders. Please speak about traveling and depression is a complete solution. People feel so. No. Very big misunderstanding on traveling is not a solution to depression. Traveling എന്ന് പറയുന്നത് മനസ്സിനൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കാം. പക്ഷെ ഡിപ്രഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഒരു മെന്റൽ ഡിസോർഡർ ആണ്, ഒരു ഫീലിംഗ് അല്ല. അപ്പോ ഇറ്റ് ഈസ് നോട്ട് എ സൊല്യൂഷൻ. ഇറ്റ് മേ ഹെൽപ്പ്, കുറച്ചൊരു ഹാപ്പിനെസ് തരാൻ മേ ബി ഇറ്റ് വിൽ ഹെൽപ്പ്, ബട്ട് ഇറ്റ്സ് നോട്ട് എ സൊല്യൂഷൻ. കോഴ്സസ് യു ഹാവ് ഡൺ ടു ബിക്കം എ കൗൺസിലർ. കൗൺസിലർ ആവാൻ പലതരത്തിലുള്ള കോഴ്സസ് ഉണ്ട് കേട്ടോ. യു ക്യാൻ ഡിഗ്രി കഴിഞ്ഞാൽ കൗൺസിലർ ആവാം, സൈക്കോളജിയിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ കൗൺസിലർ ആവാം, സൈക്കോളജിയിൽ PG ഡിപ്ലോമ ഉണ്ടെങ്കിൽ കൗൺസിലർ ആവാം. അങ്ങനെ പല രീതിയിലുള്ള കോഴ്സസ് അവൈലബിൾ ആണ്. Can grief turn to depression if not dealt with? Yes. ഗ്രീഫില് മേജർ ആയിട്ട് ഡിപ്രഷൻ ആവാൻ ചാൻസ് നല്ല ഹൈ ആണ്. ഹൈ ചാൻസസ് ഇഫ് യു ഡോണ്ട് ഡീൽ വിത്ത് യുവർ ഗ്രീഫ് വെൽ. ഗ്രീഫ് നമുക്ക് നന്നായിട്ട് ഡീൽ ചെയ്യാൻ അറിയുന്നില്ല, അതിൽ നിന്ന് പുറത്തിറങ്ങാൻ ആവുന്നില്ല എങ്കിൽ അത് ഡിപ്രഷനിലേക്ക് ലീഡ് ചെയ്യാനുള്ള ചാൻസസ് ഹൈ ആണ്. നോട്ട് നെസസറി ബട്ട് ഇറ്റ്സ് പോസിബിലിറ്റി. സൈക്കോളജി എടുക്കാൻ +2 നിർബന്ധമാണോ? നിർബന്ധമാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇഫ് യു വാണ്ട് ടു ഡു എ ഡിഗ്രി പഠിക്കണമെങ്കിൽ എന്തായാലും +2 വേണമല്ലോ. I understand that doctors are qualified, but this conversation has come up too many times, which is why the question. Farheen, I heard your question. കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് പ്രൈവറ്റ്ലി അയച്ചതുമായിട്ട്. ടെൽ മീ മോർ അബൌട്ട് ബൈപോളർ. അല്ലല്ലോ ഇന്നത്തെ ടോപ്പിക്. ബൈപോളർ ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 moods ആണ്. മാനിയയും ഡിപ്രസീവ് എപ്പിസോഡും 2 എപ്പിസോഡ്സും ഉണ്ടായിട്ടുള്ള ഒരാളെയാണ് ബൈപോളർ ഡിസോർഡർ ഉള്ള ഒരാളായിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യാം. ഇഫ് യു വാണ്ട് യു ക്യാൻ ചെക്ക് ഔട്ട് മൈ പ്രൊഫൈൽ. എന്റെ പ്രൊഫൈലിൽ ബൈപോളർ ഡിസോർഡർ ഉള്ള ഒരാളുമായിട്ട് ഞാൻ ലൈവിൽ സംസാരിച്ചിരുന്നു. സോ ദേ ഹാവ് സ്പോക്കൺ അബൌട്ട് ഓൾ ഓഫ് ദാറ്റ്. പ്ലസ് സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് തന്നെ, അത് എന്താണെന്നുള്ള എക്സ്പ്ലനേഷൻസും ടൈപ്സ് ഓഫ് ബൈപോളർ ഡിസോർഡേഴ്സും ഒക്കെ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇൻ കേസ് യു വുഡ് ലൈക്ക് ടു നോ മോർ അബൌട്ട് ഇറ്റ്, അവിടെ നോക്കിയാൽ കിട്ടും. ഡിഫറൻസ് ബിറ്റ്വീൻ ആൻസൈറ്റി അറ്റാക്ക് ആൻഡ് പാനിക് അറ്റാക്ക്. ഇറ്റ്സ് the same. രണ്ടും അറ്റാക്ക് ആണ്. Picked up from Google. Psychiatrists are medical doctors, psychologists are not. Yes, psychiatrists diagnose illness, manage treatment and provide a range of... I hope that helped everybody. I will correct it, explain. How to deal with a schizophrenic patient, especially when they're a tough cookie to crack. See, schizophrenia is a very serious mental disorder. I don't understand what you mean by especially when they're a tough cookie to crack. You don't have to crack them. They have a mental disorder. It's a very serious one, that too. So I didn't really understand your question. Plus, nammal innu samsarikkunna topic adalla. We are all deviating from topics. Many physicians still not understand if a person is having mental illness and not physical illness. Tiredness is because of mental illness. Isn't it so sad? Because parents always consult physicians. Because even most parents are unaware of mental health. True ആണ് ട്ടോ. നാജിയ പറഞ്ഞത് ശരിയാണ്. ഇപ്പം MBBS ഉള്ള ജനറൽ ഫിസിഷ്യൻസിന്റെ അടുത്തേക്കൊക്കെ പോകുന്ന സമയത്ത് if they don't understand or if they don't particularly പെട്ടെന്ന് അവർക്ക് പിടിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ chances it is a problematic situation. പക്ഷെ ഞാൻ കുറെ ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ടയേർഡ് ആണ് അല്ലെങ്കിൽ ബോഡിയിൽ എവിടെയെങ്കിലും പെയിൻ ഉണ്ട് എന്ന് തോന്നുമ്പോൾ അവർ ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റിലൊന്നും പോസിറ്റീവ് ആയിട്ടൊന്നും കാണുന്നില്ല എങ്കിൽ ദേ റെഫർ യു ടു സൈക്കോളജിസ്റ്റ്. ഞാൻ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഒന്നെങ്കിൽ ന്യൂറോളജിസ്റ്റിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് അവർ തന്നെ റെഫർ ചെയ്യാറുണ്ട്. സോ ദർ ആർ വെരി ഗുഡ് ഫിസിഷ്യൻസ് ഹു ആർ വെരി അവെയർ ഓഫ് ദോസ് തിങ്സ് ആൻഡ് ഡു ദോസ് തിങ്സ്. ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഫിസിഷ്യൻസിനെ. തലവേദനയാണെന്നൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ sometimes they refer you to psychologists. Biomath എടുത്ത ആൾക്കാർക്ക്
സബ്ജക്റ്റ് എടുക്കാൻ പറ്റുമോ? യെസ്, പറ്റും. How can OCD be cured? Through treatment from a mental health professional. OCD വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മെന്റൽ ഡിസോർഡർ ആണ്. All of these are very serious mental disorders. Depression joke ഒന്നും അല്ല, it's a very serious mental disorder. So with proper treatment only. Does hyperactivity come under mania? No, it doesn't. It does not come under mania. ADHD എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സ് ആണ്, കുട്ടികൾക്ക് വരുന്നതാണ്. So it does not come under mania. How do you deal with them on a daily basis? By tough cookie to crack, I mean they don't talk or tell you what's happening. So how do you deal with them on a daily basis? Can you get angry with them or just keep calm and let them go? Okay, so ഇതിലുള്ള കാര്യം എന്താ വെച്ചാൽ ആംഗർ നമ്മളുടെ ഒരു ഇമോഷൻ ആണ്. ഇറ്റ്സ് എ വാലിഡ് ഇമോഷൻ, ബട്ട് ഇറ്റ്സ് ജസ്റ്റ് എൻ ഇമോഷൻ ദാറ്റ് വി ഫീൽ. ഇറ്റ് ഇസ് പോസിബിൾ ടു കൺട്രോൾ അവർ ആംഗർ. ഇപ്പൊ നമ്മൾ വേറൊരാളോട് സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ അവരുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു മെന്റൽ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അവരോട് സംസാരിക്കാൻ. ഓക്കെ, അപ്പൊ സ്കിസോഫ്രീനിക് ആയിട്ടുള്ള ഒരാളാണെന്ന് നമുക്ക് അറിയാമെങ്കിൽ അവരുടെ സിറ്റുവേഷൻ, അവരുടെ മെന്റൽ ഹെൽത്ത്, അവരുടെ തോട്ട്സ് എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അവർ നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല ചിന്തിക്കുന്നത്, അവരുടെ ബയോളജിക്കൽ പ്രോസസ്സേ നമ്മുടെ പോലെയേ അല്ല. സോ നമ്മൾ അവരെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരോട് നമ്മൾ സംസാരിക്കണം, അവരോട് നമ്മൾ ഡീൽ ചെയ്യണം. ചില ആൾക്കാർ സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ചില സ്കിസോഫ്രീനിക് ആയിട്ടുള്ള പേഷ്യൻസ് സംസാരിക്കും, ചില സ്കിസോഫ്രീനിക് ആയിട്ടുള്ള പേഷ്യൻസ് സംസാരിക്കുകയേയില്ല. ചിലവര് നല്ലോണം ഹാലൂസിനേഷൻസും ഡെലൂഷൻസും ഉള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ചിലപ്പോൾ നമ്മൾ പറയുന്നത് മനസ്സിലാവുകയും കൂടെ ഇല്ല. അപ്പൊ അവര് ചില okay, so I'm going to share a personal experience with you. ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തപ്പോൾ മീറ്റ് ചെയ്ത ചില പേഷ്യൻസിന്റെ കാര്യങ്ങൾ. So there was this one patient, അവരെപ്പോഴും ചെകുത്താനെ കാണുമായിരുന്നു. ഓക്കെ, they believe that അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെകുത്താനാണ് ചെയ്യിപ്പിക്കുന്നത് എന്ന് ബിലീവ് ചെയ്ത ഒരു കാര്യമാണ്. They could see it and they could hear words. ചെകുത്താൻ അവരുടെ ചെവിയിൽ സംസാരിക്കും, അവരോട് മുഖം നോക്കും. And this person is not very responsive. എപ്പോഴും നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ തിരിച്ചുത്തരം പറയണം എന്നില്ല. അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരോട് മാത്രമേ അവർ സംസാരിക്കുകയുള്ളൂ. ഇങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങളുണ്ട്. മെന്റൽ ഡിസോർഡർ ഉള്ള ഒരാൾക്കുണ്ടല്ലോ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഡിസബിലിറ്റി ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. നിർബന്ധമല്ല, ചാൻസ് ഉണ്ട്. ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ഒരാൾക്ക് മെന്റൽ ഡിസോർഡർ ഉണ്ട് എങ്കിൽ അവരോട് നിങ്ങൾ ഇനി എത്ര പ്രാവശ്യം ഒരു കാര്യം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് മനസ്സിലാവണം എന്നില്ല. അപ്പൊ അവരുടെ കറക്റ്റ് സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഡിസബിലിറ്റി ഉണ്ടോ, അല്ല മെന്റൽ ഡിസോർഡർ മാത്രമാണോ, അവരുടെ മെന്റൽ ഡിസോർഡർ എന്തൊക്കെ ആസ്പെക്ട് ആണുള്ളത്, അവരുടെ ഡോക്ടേഴ്സിനോട് സംസാരിക്കുക, അവരുടെ പ്രൊഫഷൻ ആരാണ് അവരെ ഹാൻഡിൽ ചെയ്യുന്നത് അവരോട് സംസാരിക്കുക. ഫാമിലി കൗൺസിലിങ്ങിന് പോവുക, വീട്ടുകാരുടെ കൂടെ ഒരുമിച്ച് പ്രൊഫഷണലിന്റെ അടുത്തേക്ക് ഇരിക്കുക, അവിടെ സംസാരിക്കുക. കഴിയുന്നത്ര തെറപ്പി എന്തൊക്കെ രീതിയിൽ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ രീതിയിൽ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. How to deal with a depressed. Could you please explain the symptoms of depression? I'm sorry, that was explained in the beginning itself. ആദ്യം തന്നെ ഒരു സ്ലൈഡിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. How to deal with a depressed person even if they want to get treatment and their family is not supporting for consultation and doctors won't be available at this time. How to support our girlfriend through this time. If they want to get treatment, ഒരാൾ പേർപ്പസ്ലി അവർക്ക് സ്വന്തം ട്രീറ്റഡ് ആവണം എന്നുള്ള ആഗ്രഹം അവർക്ക് ഉണ്ടെങ്കിൽ എപ്പോഴും അത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഓൺലൈൻ കൗൺസിലിങ്ങിന് ഇത് ചെയ്യാൻ പറ്റുന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ കോഴിക്കോട് MHAT എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനിലാണ് ഞാൻ എന്റെ ഇന്റേൺഷിപ്പ് ചെയ്തത്. MHAT ഓൺലൈൻ സർവീസസ് കൊടുക്കുന്നുണ്ട്, സൈക്കോതെറപ്പിക്ക് കൊടുക്കുന്നുണ്ട്. അവർക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ഉണ്ട്, സൈക്കോതെറപ്പിസ്റ്റും ഉണ്ട്, കൗൺസിലേഴ്സും ഉണ്ട്. എല്ലാം അടങ്ങിയ ടീമാണ് MHATിൻ്റെത്. So if you want to, you can just contact them online, get an online consultation with them and service അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ CG, Center for Guidance and Information India, അവരും ഓൺലൈൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓൺലൈൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് കൗൺസിലേഴ്സ്, ഒരുപാട് സൈക്കോളജിസ്റ്റ് അവൈലബിൾ ആണ്. അങ്ങനെ ചെയ്യാനുള്ളതേ ഉള്ളൂ. ഫാമിലി ഈസ് നോട്ട് സപ്പോർട്ടിംഗ് ആണെങ്കിൽ, ഇഫ് എ ഫ്രണ്ട് കൻ സപ്പോർട്ട്, ഇഫ് എനിബഡി കൻ സപ്പോർട്ട്, ഇറ്റ് വിൽ ബി വെൽ ആൻഡ് ഗുഡ്. ഞാൻ സംസാരിക്കാൻ എപ്പോഴും ആൾക്കാരുള്ളത് നല്ലതായിരിക്കും. ആസ് psychology students, what can we do to help people from depressive episodes? As psychology students, as human beings, what we can do is be good listeners, be good human beings, be kind to people, be sweet, be there for people. That's what we can do as human beings. പിന്നെ അവരെന്താണ് ചോദിക്കുന്നത് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അതായിരിക്കും നല്ലത്. Dealing with schizophrenia, can you
പറ്റാണെങ്കിൽ ആൾക്കാർ ഒന്ന് പ്രസന്റേഷനിൽ ചിത്രം വരയ്ക്കുന്നത് നിർത്തുക. Dealing with schizophrenic patients require extreme levels of patience, talking from experience. They also have heightened levels of hallucinations, exactly, often linking them to religion. That is also a very high possibility. Religion basis light hallucinations and delusions undavanനുള്ള chances വളരെ കൂടുതലാണ്, എസ്പെഷ്യലി റിലീജിയസ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ ജനിച്ച ഒരാളാണെങ്കിൽ. How to understand if a kid is suffering from depression? ഇന്നത്തെ ജനറേഷനിൽ നമ്മൾ കിഡ്സ് ആർ വെരി പ്രോൺ ടു ഹാവിങ് സച്ച് കൈൻഡ് ഓഫ് മെന്റൽ ഇൽനെസ്സസ്. ഡിപ്രസ്ഡ് ആവാനുള്ള ചാൻസസ് കുട്ടികൾക്ക് കൂടുതലുള്ള ഒരു കാലഘട്ടമാണ്. കാരണം ബുള്ളിങ് വളരെയധികം ഇൻക്രീസ് ആയിക്കൊണ്ട് നടക്കുകയാണ്. സ്കൂൾസിലാണെങ്കിലും സൈബർ സൈബർ ആയിട്ടുള്ള ഏരിയാസിലാണെങ്കിലും വളരെയധികം ഇൻക്രീസ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റുകയാണെങ്കിൽ കുട്ടികൾക്ക് അവർ ഉറങ്ങി എണീക്കാൻ താല്പര്യപ്പെടുന്നില്ല, അവർക്ക് താല്പര്യമില്ല, ഇൻട്രസ്റ്റ് ഇല്ല, എനർജി ഇല്ല. ഞാൻ മുമ്പ് പറഞ്ഞ സിംറ്റംസ് തന്നെ, അങ്ങനെയുള്ള സിംറ്റംസ് നിങ്ങൾക്ക് അവർക്ക് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ടേക്ക് ദം ടു എ കൗൺസിലർ. അവരുടെ അടുത്ത് നിന്ന് ഓപ്പൺ അപ്പ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങളോട് ഓപ്പൺ അപ്പ് ചെയ്യുന്നില്ല എങ്കിൽ കൗൺസിലറിന്റെ അടുത്ത് ഓപ്പൺ അപ്പ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അവിടെ നിന്ന് കൗൺസിലർ നല്ല സിംറ്റംസ് ഉണ്ട് എന്നെങ്ങാനും പറയുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ ടു ടേക്ക് ടു എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. ഡയഗ്നോസിസ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഡയഗ്നോസിസ് എടുക്കുക, അതിനുശേഷം ട്രീറ്റ്മെന്റ് കിട്ടുകയാണെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കുക. ബട്ട് വാട്ട് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈസ് ടു ഗിവ് ദം എ ഗുഡ് സ്പേസ് അറ്റ് ഹോം. വീട്ടിൽ സംസാരിക്കാനുള്ള സ്പേസ്, അവർക്ക് സ്ട്രെങ്ത് കൊടുക്കാനുള്ള സ്പേസ്, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക, അവരെ കൊണ്ട് അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, കാണാൻ വിടുക, അവരെ വായിക്കാൻ അനുവദിക്കുക, അങ്ങനെയുള്ള പല പല എക്സ്പോഷേഴ്സും കൊടുക്കാൻ ശ്രമിക്കുക അങ്ങനെയുള്ള കുട്ടികൾക്ക്. How to knock some sense into an ardent WhatsApp university believer. Bunch of WhatsApp groups have popped up recently which spread utter nonsense. Very true. കുറെ മണ്ടത്തരങ്ങൾ പറയണ കുറെ വാട്സ്ആപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്, കുറെ ഫോർവേഡ് മെസ്സേജസ് എല്ലായിടത്തേക്ക് എത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അങ്ങനത്തെ ഇത് കാണുമ്പോൾ അപ്പൊ തന്നെ പറയും ഇത് ശരിയല്ല, ഒത്തന്റിക് ആയിട്ടുള്ള സോഴ്സ് എന്നുള്ളതല്ല, ഇത് നിങ്ങൾ ഇനി ഫോർവേഡ് ചെയ്യരുത് എന്ന് പറയാം. നമ്മളെ കൊണ്ട് അതൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഇപ്പൊ പോയിട്ട് അത് ആരാ തുടങ്ങിയത്, ആരാ ഇട്ടത് എന്ന് ചോദിച്ചാൽ അവരെ പോയി പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കാനൊന്നും ഇപ്പൊ പറ്റില്ലല്ലോ. But do your level best to tell them that authentically what they're saying is wrong. Authentic അല്ല എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക. Is there any disorders which can only be dealt by psychiatrists but not by clinical psychologists? Clinical psychologists മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല, ഡയഗ്നോസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആൻഡ് സൈക്യാട്രിസ്റ്റ് വർക്ക് ഹാൻഡ് ഇൻ ഹാൻഡ്. രണ്ടുപേരും ഹാൻഡ് ഇൻ ഹാൻഡ് ആണ് വർക്ക് ചെയ്യുക. പക്ഷെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല, കാരണം അവർ MBBS അല്ല ചെയ്തത്. So there's a difference in the role. Sorry for asking again. Can we take speech pathology after BSc psychology? I am not very sure about that, but I think it's a possibility. ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് അറിയില്ല. So could feel bad and guilty after being angry to everyone, even if I try to control. Is that a disorder? See, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം എന്താണ്, ഫസ്റ്റ് ഞാൻ സെഷൻ തുടങ്ങുമ്പോ ആദ്യം പറഞ്ഞ കാര്യമാണ് ഡു നോട്ട് സെൽഫ് ഡയഗ്നോസ്. നിങ്ങൾ ഡയഗ്നോസ് ചെയ്യരുത്. എനിക്ക് ദേഷ്യം വരുന്നു എന്നുള്ളതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഒരു ഡിസോർഡർ ഉണ്ട് എന്നല്ല. എനിക്ക് വിഷമാവുന്നുണ്ട് എന്നുള്ളതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഒരു ഡിസോർഡർ ഉണ്ട് എന്നുള്ളതല്ല. ഡു നോട്ട് സെൽഫ് ഡയഗ്നോസ് യുവർ സെൽഫ്. If you're feeling bad and guilty after being angry to somebody, and if you feel like you want to change that about yourself, നിങ്ങൾക്ക് അത് മാറ്റണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് ഓൺ യുവർ സെൽഫ്, വർക്ക് ഓൺ യുവർ ഹാബിറ്റ്സ്, വർക്ക് ഓൺ യുവർ ബിഹേവിയറൽ ആസ്പെക്ട്സ്. എന്നിട്ടും നടക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ടോക്ക് ടു എ കൗൺസിലർ. കൗൺസിലേഴ്സ് എന്താ ചെയ്യാന്ന് വെച്ചാൽ they'll help you figure things out the way you think. നിങ്ങളോട് തന്നെ അവർ ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങൾ തന്നെ നിങ്ങളെ പ്രശ്നങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടുപിടിക്കുകയാണ് കൗൺസിലിംഗിൽ ചെയ്യുക. അപ്പം ആരും നിങ്ങളോട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരികയല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതം എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ള കാര്യങ്ങളിലാണ് ഒരു കൗൺസിലർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. അപ്പൊ കൗൺസിലിംഗിന് പോയി കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ബെറ്റർ, ലൈക്ക് ഇറ്റ് ക്യാൻ ബി മെയ്ഡ് ബെറ്റർ. ഇനിയിപ്പോ അതൊരു ഡിസോർഡർ ആണ് എങ്കിൽ കൗൺസിലർ വിൽ ഡിസൈഡ് ടു റെഫർ യു ടു എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഓർ എ സൈക്യാട്രിസ്റ്റ്. When I get angry, I end up crying. Why is it so? Because you feel guilty.
or because you are sad and angry at the same time. അതൊക്കെ human emotions ആണ്. How to deal with low self-esteem. ലോ സെൽഫ് എസ്റ്റീം ഉണ്ടാവാനുള്ള റീസൺ എന്തൊക്കെയാണ്? ലോ സെൽഫ് എസ്റ്റീം ഉണ്ടാവാനുള്ള റീസൺ പല സമയങ്ങളിലും നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന രീതി, പല ആൾക്കാരും നമ്മളോട് നമ്മളെക്കുറിച്ച് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസ്, അതൊക്കെയാണ് നമുക്ക് അങ്ങനെ ഉണ്ടാവാനുള്ള ചാൻസസ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മറികടക്കണം എങ്കിൽ നമ്മൾ നമ്മളെ പഠിപ്പിക്കുകയും നമ്മൾ നല്ലോണം വായിക്കുകയും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ അതിൽ നിന്നൊക്കെ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ഇതൊക്കെ എന്താ പറയണ്ടേ, ഇതൊക്കെ മെന്റൽ ബെറ്റർമെന്റ്, അതായത് മെന്റൽ ഹെൽത്ത് മെന്റൽ വെൽനെസ്സിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. Dealing with anyone having a tough time, schizophrenic or not, make sure somehow take this person to a private space. After the episode, they tend to regret their earlier actions. Yes, that happens a lot. If the episode happened in public, guilt and shame becomes a bigger problem later on and may trigger another episode. അതും വളരെ ഒരു ഹൈ ആയിട്ടുള്ള പോസിബിലിറ്റി ആണ്. ഇത് എസ്പെഷ്യലി മെന്റൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള മെന്റൽ ഇൽനെസ്സസ് ഉള്ള ആൾക്കാർക്ക് അത് വളരെയധികം ആവുന്ന കാര്യങ്ങളാണ്. അഥവാ ചില സമയത്ത് പാനിക് അറ്റാക്ക് ഫീൽ ചെയ്തിട്ടുള്ള ആൾക്കാർക്കും, പാനിക് അറ്റാക്ക് പെട്ടെന്ന് ഫോബിയ ഒക്കെ ഉള്ള ആൾക്കാർക്ക്, ഒരു കാര്യത്തിനോട് വളരെയധികം പേടിയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു കാര്യം കണ്ടു കഴിഞ്ഞിട്ട് ഫോബിയ വന്നു, പാനിക് അറ്റാക്ക് വന്നു, അവരവിടുന്ന് വീണുപോയി, അല്ലെങ്കിൽ ഷിവർ ചെയ്യാൻ തുടങ്ങി, കുറെ ആൾക്കാരുടെ മുമ്പ് ട്രെയിനിൽ നിന്നോ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു സ്പേസിൽ നിന്നോ കല്യാണത്തിന്റെ ഇടയിൽ നിന്നൊക്കെ എങ്ങനെ ആയി പോവുകയാണെങ്കിൽ അവർക്ക് വല്ലാണ്ട് പബ്ലിക് ആയിട്ടുള്ള ഒരു ഷെയിമും എംബാരസ്മെന്റും ഒക്കെ ഫീൽ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ കൂടെയുള്ള ആൾക്കാർ അവരെ ഇതിന്ന് കളിയാക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാതെ, അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുള്ള ഒരാളാണെങ്കിൽ അവരെ ഇപ്പൊ ആരിഫ് മുഹമ്മദ് പറഞ്ഞ പോലെ അവരെ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്പേസിലേക്ക് കൊണ്ടുപോവുക, അവരോട് സംസാരിക്കുക, മേക്ക് ദം ഫീൽ ബെറ്റർ, ടെൽ ദം ദാറ്റ് യു ആർ ദേർ ഫോർ ദം. Just be kind to people and that can help. Yes, I think that's all the questions that we have. Shirin, ഒരു തേപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു, അപ്പോ എന്താ ചെയ്യാ? ഇപ്പൊ മെസ്സേജസിന് റിപ്ലൈ ഇല്ല, ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്തതാ. ഓക്കെ, ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ തേപ്പ് എന്നുള്ള വാക്കും വളരെ മോശമായി പോയിട്ടോ. തേപ്പ് എന്നുള്ള ഒരു സംഭവം വളരെ വൃത്തികെട്ട ഒരു വാക്കാണ്. കാരണം മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ചില ആൾക്കാർക്ക് ചില ഡിസിഷൻസ് എടുക്കേണ്ടി വരും. നമ്മൾ ഒരാളുടെ കൂടെ ഹാപ്പി അല്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് നിന്ന് മൂവ് ഓൺ ചെയ്തേ മതിയാവുള്ളൂ. അങ്ങനെ പല കാര്യങ്ങളും നടക്കാറുണ്ട്. There's no other way. പല മാരേജസ് പോലും ഡിവോഴ്സിൽ എൻഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. കാരണം അവർക്ക് ഒരുമിച്ച് ഉണ്ടാവാൻ പറ്റില്ല. അതുകൊണ്ടാണ്. തേപ്പ് എന്നതിനൊരിക്കലും വിളിക്കരുത്. That is a personal choice that person is making. അവർക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടാവാൻ ഒരു കാര്യം ക്ലിയർ ആണ്. ഇഫ് എ പേഴ്സൺ, ഒരാൾക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല എങ്കിൽ, അവർക്ക് നിങ്ങളുടെ കൂടെ താമസിക്കാനോ ജീവിക്കാനോ സമയം സ്പെൻഡ് ചെയ്യാനോ താല്പര്യം ഇല്ല എങ്കിൽ, നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ സമയം അവർക്ക് കൊടുക്കാൻ നോക്കുന്നതിൽ അർത്ഥമില്ല. അത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ എല്ലാവരും ഒരു കാര്യം. ഒരാൾക്ക് നിങ്ങളെ വേണ്ട എങ്കിൽ നിങ്ങൾ അവരെ വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം അവർക്ക് നിങ്ങൾക്ക് തരാൻ സമയമില്ല, താല്പര്യമില്ല എന്നാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? It has to be two-way, right? Communication works two-way. Love works two-way. രണ്ട് സൈഡിൽ നിന്നും വരേണ്ട ഒരു കാര്യമാണ്. ദയവ് ചെയ്ത് തേപ്പ് എന്നുള്ള വാക്ക് നിങ്ങളുടെ ഡിക്ഷണറിയിൽ നിന്ന് എത്രത്തോളം ഒഴിവാക്കാൻ പറ്റുന്നോ അത്രത്തോളം ഒഴിവാക്കുക. You can call it a breakup. വിട്ടുപോയി എന്ന് പറയുന്നതിൽ പ്രശ്നമില്ല. തേപ്പ് എന്നുള്ളൊരു വാക്ക് പറയേണ്ട ആവശ്യമില്ല. I've done my BSc Psychology from Distant Education Institute. How can I go for an internship? Is there any possibility to do an internship after completing degree from Distant Education Institute? Yes, there is a possibility. Internship-ന് പോവാൻ പറ്റും. പക്ഷെ it depends on where you did your distant education from. ഇപ്പോ ഇഗ്നു ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇഗ്നു സ്പെസിഫിക്കലി പറയുന്നുണ്ട് ഇന്റേൺഷിപ്പ് ചെയ്യണം എന്ന്. അപ്പൊ ഇഗ്നുക്കൊക്കെ ചെയ്യാൻ പറ്റും. വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യങ്ങൾ എനിക്ക് അറിയില്ല. ഐ ഓൺലി നോ അബൌട്ട് ഇഗ്നു. പെട്ടെന്ന് മനസ്സിലാക്കാനാണ് ആ വേർഡ് യൂസ് ചെയ്തത്. എന്താണെങ്കിലും പെണ്ണ് വിട്ടിട്ട് പോവാനുള്ള താല്പര്യം ഉണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ പറഞ്ഞാൽ മതി. തേപ്പ് എന്നുള്ള വാക്ക് കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. Any other questions?
Thank you for the talk. I've been ignoring my grief and hoping for it to get better in time. I guess I have to address it before I let it sink in. Husna, the one thing is we have a habit, okay, നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സ്വഭാവമാണ് പെട്ടെന്ന് ഒരു കാര്യം നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ, ഓക്കെ, എന്തെങ്കിലും ഒരു വിഷമോ അല്ലെങ്കിൽ ഒരു ദേഷ്യമോ ഒക്കെ നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഇടപെടാൻ നിൽക്കും, അല്ലെങ്കിൽ ആ ദേഷ്യം വേറെ ആരുടെങ്കിലും മുകളിൽ നമ്മൾ തീർക്കും. അങ്ങനെയുള്ള പല ഡിഫൻസ് മെക്കാനിസംസും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾക്ക് എന്താണ് അങ്ങനെ ഫീൽ ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കൂല. അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇല്ലാണ്ടാക്കാൻ, അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള അങ്ങനെ ആവാനുള്ള റീസൺ എന്താണ്, എവിടുന്നാണ് അത് വരുന്നത്, അത് ഇനി വരാണ്ടിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു കാര്യം ഫീൽ ആവുന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് വിഷമാവുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ സിറ്റ് വിത്ത് ദാറ്റ് ഫീലിംഗ്. ഓക്കെ, അത് ആ മൊമെന്റിൽ തന്നെ ആവണമെന്നില്ല കേട്ടോ. വെൻ എവർ യു ക്യാൻ, നിങ്ങൾക്ക് കുറച്ച് ടൈം സ്പെയർ ചെയ്യാനുണ്ട് എന്ന് തോന്നുമ്പോൾ സിറ്റ് വിത്ത് ദാറ്റ് ഫീലിംഗ്, തിങ്ക് അബൌട്ട് ഇറ്റ്. എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്, ആ ഫീലിംഗ് എവിടെ നിന്നാണ് വരുന്നത്, അങ്ങനെയുള്ളൊരു ഫീലിംഗ് എനിക്ക് വരാനുള്ള ചാൻസസ് എന്താണ്, അത് ഇല്ലാണ്ടാക്കാൻ എനിക്കുള്ള വഴി എന്താണ്, ഇതെങ്ങനെ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് സെൽഫ് ഹീലിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇതിനുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ജേർണലിംഗ് പ്രോംപ്റ്റ്സ് ഒക്കെ ചെയ്യും. ചില ആൾക്കാർ പ്രോംപ്റ്റ്സ് വെച്ച് എല്ലാ ദിവസവും രാത്രി ജേർണൽസ് എഴുതാറുണ്ട്, വിച്ച് മേക്സ് us അണ്ടർസ്റ്റാൻഡ് our സെൽഫ് ബെറ്റർ. നമ്മളെ സ്വന്തം ഫീലിങ്സും നമുക്ക് സ്വന്തം ഉണ്ടാവുന്ന കാര്യങ്ങളും നമ്മളെ ഫിസിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങും നമ്മളെ മെന്റൽ ആയിട്ടുള്ള തോട്ട്സും ഒക്കെ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ടെക്നിക്സ് ആണ് ഇതൊക്കെ. ഈ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ സ്വയം മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇനിയൊരു പ്രാവശ്യം നമ്മൾ അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോഴോ നമ്മൾ എങ്ങനെ ചെയ്യാൻ പോകുമ്പോഴോ നമ്മൾ 2 പ്രാവശ്യം ആലോചിക്കും, ഇത് ചെയ്യണോ വേണ്ടയോ. ബിക്കോസ് വി ഹാവ് പ്രയർ എക്സ്പീരിയൻസ് ആൻഡ് വി ആർ അവെയർ. നമ്മൾ അവെയർ ആണ് നമ്മളെ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട്, നമ്മൾ അവെയർ ആണ് നമ്മളെ മനസ്സിന്റെ പൊസിഷനെ കുറിച്ചിട്ട്, നമ്മളെ ഫീലിങ്സിനെ കുറിച്ച് നമ്മൾ അവെയർ ആണ്. അപ്പൊ അവെയർ ആവുന്ന സമയത്ത് നമുക്ക് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് കൺട്രോൾ ചെയ്യാനും ഒക്കെ പറ്റും. What is the procedure of becoming a clinical psychologist? ഡിഗ്രി സൈക്കോളജിയിൽ ചെയ്യാം, PG MSc ക്ലിനിക്കൽ സൈക്കോളജിയിൽ ചെയ്യാം, അതിനുശേഷം MPhil ചെയ്ത് കഴിഞ്ഞിട്ട് RBIന്റെ സർട്ടിഫിക്കറ്റ് ലൈസൻസ് മേടിക്കുക. ദാറ്റ് ഇസ് ദ പ്രൊസീജിയർ ഫോർ ബിക്കമിങ് എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. How to deal with negative people who affect our mental peace and mental health? How can we get rid of them when they are our family? It is a very hard thing to do. നമ്മുടെ ഫാമിലിയിൽ തന്നെ നമ്മളെ നെഗറ്റീവായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ ബാധിക്കുന്ന ആൾക്കാരുണ്ടാവുമ്പോൾ അത് ഡീൽ ചെയ്യാൻ വളരെയധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലോക്യാക്കെ ഹെങ്കെ, വാട്ട് വിൽ സൊസൈറ്റി സേ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളെപ്പോഴും ബാക്കിലേക്ക് പിടിച്ചു നിർത്തുന്നത്, അല്ലെ? അപ്പൊ ഈ നെഗറ്റീവ് പീപ്പിൾ നമ്മുടെ സ്വന്തം വീടുകളിൽ ഉണ്ടാവുമ്പോൾ ട്രൈ നോട്ട് ടു ടേക്ക് ദാറ്റ് ഇൻ ടു യുവർ ഹെഡ്സ്. പക്ഷെ സ്റ്റിൽ വാട്ട് ദേ സേയിങ് മൈറ്റ് എഫക്ട് യുവർ മെന്റൽ ഹെൽത്ത് ആൻഡ് സ്റ്റഫ്. നമ്മൾ അവരോട് റിയാക്ട് ചെയ്യുന്നതിൽ കാര്യമില്ല, അവരോട് ദേഷ്യപ്പെടുന്നതിലോ നിങ്ങളിപ്പോ അവരെ തിരിച്ചെന്തെങ്കിലും പറയുന്നതിലോ കാര്യമില്ല. ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു ചേഞ്ച്. However, educating can help. Educating them can help. Okay? പക്ഷെ the point is, you can't change other people. നമുക്ക് വേറൊരു മനുഷ്യനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇഗ്നോർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. So don't try changing people. You can educate people in your own way, but don't try to say that, oh, എനിക്കൊന്ന് മാറിക്കൂടെ, സ്വഭാവം മാറ്റി ഈ സ്വഭാവം ചെയ്തുകൂടെ. ദാറ്റ് ഇസ് their choice. അത് മോശമാണെങ്കിലും നല്ല കാര്യമാണെങ്കിലും ദാറ്റ് ഇസ് their choice. ഓക്കെ, നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ അവരോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യണോ അത് നമുക്ക് മാറ്റാൻ പറ്റും. അവരെന്തെങ്കിലും നമുക്ക് മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ അവർ ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ അവരോട് റെസ്പോണ്ട് ചെയ്യുന്ന രീതി നമുക്ക് മാറ്റാൻ പറ്റും. അവരൊക്കെ നമ്മളോട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ജേർണലിംഗ് ഇസ് സോ തെറപ്യൂട്ടിക്. ഡിഗ്രി വേറെ സബ്ജക്ട് എടുത്ത് പോയാൽ PG സൈക്കോളജി ചെയ്യാൻ പറ്റുമോ? PG സൈക്കോളജി ചെയ്യാൻ പറ്റും. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ക്ലിനിക്കൽ സൈക്കോളജിയിൽ ഡിഗ്രി PG എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഐ എം നോട്ട് വെരി ഷുവർ. ഐ തിങ്ക് വെരി ഫ്യൂ യൂണിവേഴ്സിറ്റീസ് മാത്രമാണ് ഓഫർ ചെയ്യുന്നതെന്ന്. പക്ഷെ ഡിഗ്രി വേറെ സബ്ജക്ട് എടുത്താൽ PGയിൽ MA സൈക്കോളജി, എനിക്ക് തോന്നുന്നു MA സൈക്കോളജി ചെയ്യാൻ പറ്റും.
MSc സൈക്കോളജി ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. Is there similarities between forensic psychology and criminal justice? Similarities ഉണ്ട്, സെയിം അല്ല. ഫോറൻസിക് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ ഫീൽഡിൽ, അതായത് ക്രൈംസിന്റെ ഫീൽഡിൽ വരുന്ന ക്രിമിനൽസിന്റെ സൈക്കോളജി മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഒരു കേസ് എടുത്തു കഴിഞ്ഞിട്ട് ആ കേസിൽ നടന്ന കാര്യങ്ങൾ ചെയ്തിട്ട് ആ ക്രിമിനൽ എന്ത് തോട്ട്സിലാണ് ഉണ്ടായത്, അല്ലെ എന്ത് റീസൺ കൊണ്ടാണ് അവരത് കമ്മിറ്റ് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. പിന്നെ ഫോറൻസിക് സൈക്കോളജിസ്റ്റിന്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ കോടതിയിൽ എക്സ്പേർട്ട് ഒപ്പീനിയൻ പറയാൻ നിൽക്കും. അതായത് ഒരു ക്രിമിനൽ മെന്റൽ ഇൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണോ അല്ലയോ എന്നുള്ള എക്സ്പേർട്ട് ഒപ്പീനിയൻ പറയാൻ നിൽക്കുന്ന ഒരാളാണ് ഫോറൻസിക് സൈക്കോളജി. ക്രിമിനൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈം നടത്തുന്നതിൽ ജസ്റ്റിസ് കിട്ടുന്ന കാര്യം. ബോത്ത് ആർ ടു ഡിഫറെന്റ് തിങ്സ്. Steps to become neuropsychology. You don't become neuropsychology. Neuropsychology is just a field. Duration of MPhil 2 years. Death is painful, but I shall try journaling. Yes, death is extremely painful, and it is one of the most hardest things to come out of. Grief is very difficult to come out of. But I'm sure I'm not sure, but just check this out. There are 5 stages of grief. You can look into it. Maybe it can help you, Husna. I hope it helps. Thank you for sharing, Husna. Sharon, I think nallana samayam എടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമുക്ക് ടൈം കഴിഞ്ഞിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ദാറ്റ് വാസ് ഫൈൻ, ബിക്കോസ് ഒരുപാട് പേർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് കുറെ കാര്യങ്ങൾ കിട്ടിയെന്നുള്ളതാണ്. സോ താങ്ക് യു സോ മച്ച്. നമുക്ക് 4 മണി വരെയാണ് പറഞ്ഞെന്നുണ്ടെങ്കിലും യു ഹാവ് ടേക്കൺ യുവർ ഓൺ ടൈം. നമുക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഐ ഹോപ്പ് എവറിത്തിങ് ഇസ് ഓവർ. ഇനി നമുക്ക് ഒഫീഷ്യലി വോട്ട് ഓഫ് താങ്ക്സ് പറയാനായിട്ട് ഞാൻ നമ്മുടെ ട്രെയിനർ ലാമിയനെ വെൽക്കം ചെയ്യാം. Hi all. എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. സ്റ്റാർട്ടിങ് ടു എൻഡ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് സൂപ്പർ ടോക്ക് ബൈ സൂപ്പർ വിമൻ. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. സോ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അതുപോലെ പറഞ്ഞിട്ടുള്ള ഓരോ പോയിന്റ്സും നമ്മളെപ്പോഴും ഹോൾഡ് ചെയ്യേണ്ട ഓരോ കാര്യങ്ങളാണ്. പിന്നെ എനിക്കൊരു സജഷൻ പറയാനുള്ളത്, നിങ്ങൾ ഇപ്പൊ കേട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും യു ഹാവ് ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്, ഫാമിലി ആൻഡ് ഹൂവർ ഇറ്റ് ഇസ്. യു ഹാവ് ടു ഷെയർ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു നോളേജ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഷെയർ ചെയ്യുമ്പോഴാണ് ആ ഒരു നോളേജ് കിട്ടിയത് കംപ്ലീറ്റ് ആവുന്നത്. സോ യു ഓൾ ഹാവ് ടു ഷെയർ ദിസ്. That's all. So thank you so much, Shibili ma'am, and thank you all. Thank you. എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഫ് യു ലേൺ സംതിങ് ടുഡേ ഓർ ഇഫ് സംതിങ് ഹെൽപ് യു ടുഡേ, എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ചെറുതായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആർക്കെങ്കിലും എനിക്ക് എഴുതി തരാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് എനിക്ക് എഴുതി തരാം. നിങ്ങളുടെ ടീമാണെങ്കിലും നിങ്ങളുടെ ഇപ്പൊ ഇന്ന് അറ്റൻഡ് ചെയ്ത ആൾക്കാരാണെങ്കിലും എനിക്ക് പേഴ്സണലി അയക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് പേഴ്സണലി അയച്ചാൽ മതി. ചെറുതായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ഒന്ന് എനിക്ക് അയച്ചു തരാം. ഇറ്റ്സ് ജസ്റ്റ് ഇന്ന് തന്നെ പറ്റുകയാണെങ്കിൽ ഒന്ന് അയച്ചു തരാം. ഇറ്റ്സ് ഫോർ മീ if what I did and if it helped you, because ഞാനും ഒരു സ്റ്റുഡന്റ് ആണ്, ഞാനും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണ മാത്രമാണ്. So I'd really like to know if I helped you. Plus lots and lots of warmth and hug and love to your team and everybody over here. ഒന്നാമത് നിങ്ങൾ ചെയ്യുന്നത് വളരെ അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഇപ്പത് തന്നെ ഇങ്ങനെയുള്ള ഇനിഷ്യേറ്റീവ്സ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് is very very commendable. So kudos to that. I hope you guys reach great heights. പിന്നെ ഇത്രയും സമയം വരെ ഇവിടെ ഇരുന്ന് ഓരോരോ ആൾക്കാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. മലയാളത്തിൽ മാത്രം എനിക്ക് സംസാരിക്കാൻ പറ്റാത്തതിൽ ഐ എം വെരി സോറി ഫോർ ദാറ്റ്. അത് എന്റെ പ്രശ്നമാണ്. പക്ഷെ ഐ ഹോപ്പ് ഇറ്റ് വാസ് ക്ലാരിറ്റി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം, ഫോർ യുവർ കോപ്പറേഷൻ ആൻഡ് ഫോർ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിലൊക്കെ. എനിക്ക് അറിയാവുന്ന കുറച്ച് പേരുണ്ട് ഇവിടെ. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു ഗൈസ്. താങ്ക് യു സോ മച്ച്.